മഹാദേവിൻ്റെ അരുൾപ്രകാരം എൻ്റെ വാഹനമായി ഭവിക്കുക എന്ന് ശ്രീഭദ്ര വേതാളിയോട് ആജ്ഞാപിച്ചപ്പോൾ സന്തുഷ്ടയായ വേതാളിക ദേവിയുടെ മുമ്പിൽ മുട്ടുമടക്കിയിരുന്ന് തൻ്റെ ഖണ്ഡത്തിൽ ആസനസ്ഥയാകുവാൻ പ്രാർത്ഥിക്കും. തൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുന്ന വേതാളിയുടെ ഖണ്ഡത്തിൽ അമർന്നിരുന്ന് ദേവി ദാരികനെ അന്വേഷിച്ച് ഭൂമണ്ഡലത്തിൻ്റെ 4 ദിക്കിലേക്കും എഴുന്നള്ളുന്നു. കാളിയൂട്ട് പറഞ്ഞേറ്റ് മഹോത്സവത്തോടനുബന്ധിച്ച് ദേവി ദാരികനെ തിരഞ്ഞ് 4 ദിക്കിലേക്കും എഴുന്നള്ളുന്ന ചടങ്ങാണ് ദിക്കുബലി എന്ന പേരിൽ നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടത്തപ്പെടുന്നത്. 4 ദിക്കിലും ദേവി ദാരികനെ തിരഞ്ഞിട്ടും തർക്കം പാർക്കുവാൻ സാധിക്കാതെ സംഹാരയുദ്ധരായി താൻ കുടികൊള്ളുന്ന ക്ഷേത്ര പരിസരത്തും അണിയറപ്പുരയ്ക്ക് ചുറ്റും ദാരികൻ തൻ്റെ ഭക്തരുടെ രൂപത്തിൽ മറഞ്ഞിരിപ്പുണ്ടോ എന്ന് ദേവി തർക്കം പാർക്കുന്നു. ആ ചടങ്ങാണ് കളങ്കാവൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കളങ്കാവൽ സമയത്ത് ദേവി തന്നെ ദർശിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ ഭക്തൻ്റെയും ഭക്തയുടെയും അടുക്കൽ എഴുന്നള്ളി മായാവിയായ ദാരികൻ ഇവിടെ എങ്ങാനും മറഞ്ഞിരിപ്പുണ്ടോ എന്ന് ദേവി ദുഃഖം പാർത്തിട്ടും ദാരികനെ കാണുവാൻ സാധിക്കാതെ ദേവി ദാരികനെ ആകാശമാർഗെ തിരയുവാൻ തീരുമാനിക്കുന്നു. ദേവി ആകാശമാർഗെ ദാരികനെ തിരയുന്ന ചടങ്ങാണ് പർണേറ്റ് എന്ന പേരിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു. ഇന്നലെ കമനീയമായി അലങ്കരിച്ച് ദേവിക്ക് സമർപ്പിച്ച പർണിൻ്റെ മുകളിൽ ശുഭമുഹൂർത്തത്തിൽ വെള്ളായണി അമ്മ കുടികൊള്ളുന്ന തിരുമുടി പർണിൻ മുകളിൽ എഴുന്നള്ളിച്ചപ്പോൾ ദേവി ദാരികനെ ആകാശമാർഗെ എഴുന്നള്ളുന്ന ചടങ്ങാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ പൂർത്തിയായത്. ആകാശമാർഗെ എഴുന്നള്ളിയ ശ്രീഭദ്രയെ ദാരികൻ ആകാശത്ത് വെച്ച് കണ്ടുമുട്ടുകയും ഇന്ന് നേരം പുലരുവോളം ദേവിയെ പരിഹാസവാക്കുകൾ വിളിച്ചു പറഞ്ഞും അധിക്ഷേപിച്ചും വെല്ലുവിളിച്ചും ദേവിയുടെ കോപത്തെ ആളിക്കത്തിക്കുവാൻ ദാരികൻ ശ്രമിക്കുന്നു. ആകാശത്ത് വെച്ച് ദേവി ദാരികനോട് 7 ആകാശയുദ്ധങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ ബ്രഹ്മദേവൻ പ്രദാനം ചെയ്ത വരദാനത്താൽ ദേവിക്ക് ദാരികനെ നിഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ല. സൂര്യൻ കിഴക്ക് ഉദിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ വെച്ച് യുദ്ധം ചെയ്യുവാൻ നിനക്ക് ധൈര്യമുണ്ടോ ഭദ്രയെന്ന് ദാരികൻ ദേവിയെ വെല്ലുവിളിച്ചപ്പോൾ ഭൂമിയിൽ വെച്ച് യുദ്ധം ചെയ്യുവാൻ ഞാൻ തയ്യാറാണ് ദാരിക എന്ന് മറുവാക്ക് ചൊല്ലി ആകാശത്തു നിന്നും ഭൂമിയിൽ എഴുന്നള്ളി ദേവി ദാരികനെ കാത്തിരിക്കുന്നു. ഭൂമിയിൽ വെച്ച് നടക്കുന്ന യുദ്ധത്തിന് നിലത്തിൽ പോര് എന്നാണ് പറയുന്നത്. നിലത്തെ ഭവനത്തിലെയും അസുഖങ്ങളും അതുപോലെ മറ്റ് തിന്മകളും തിരികെ വാങ്ങി ആ ഭവനത്തിൽ ഐശ്വര്യം പ്രദാനം ചെയ്തിട്ടാണ് വെള്ളായണി അമ്മ ദേവി കുടികൊള്ളുന്ന അണിയറപ്പുരയിൽ മടങ്ങി എഴുന്നള്ളുന്നത്. യുദ്ധം നയിക്കുവാൻ വെള്ളായണി അമ്മ എഴുന്നള്ളതിൻ്റെ വാദ്യഘോഷങ്ങൾ ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കുന്നു. ദേവിയുടെ തിരു എഴുന്നള്ളത്തിൻ്റെ വാദ്യഘോഷങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുമ്പോൾ ദാരികൻ തൻ്റെ കൊട്ടാരത്തിൽ മധുപാനം നടത്തി വിശ്രമിക്കുന്നു. ഒരു ദേവത വന്ന് യുദ്ധത്തിനായി വെല്ലുവിളിച്ചാൽ താൻ ഉടനെ യുദ്ധം ചെയ്യുവാൻ എഴുന്നള്ളേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിച്ച് തന്നെ കാത്ത്
ഈ ദേവത ഇരണഭൂമിയിൽ നിൽക്കട്ടെ എന്ന് ചിന്തിച്ച് ദാരികൻ ഒരു നിമിഷം രണഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട് ദേവിയെ നോക്കി നിൽക്കുന്നു. ബ്രഹ്മദേവൻ പ്രദാനം ചെയ്ത മന്ത്രവാളം തൃക്കൈലേന്തി തന്നെ യുദ്ധത്തിനായി വെല്ലുവിളിച്ച വെളായിണി അമ്മ കിഴക്ക് ദിക്കിൽ നിന്നും പടിഞ്ഞാറ് ദിക്കിലേക്ക് എഴുന്നള്ളുന്ന കാഴ്ചയും കണ്ട് ബ്രഹ്മദേവൻ പ്രദാനം ചെയ്ത സുവർണ രഥപ്പടിയിൽ ഇരുന്ന് ആസുരമുടി എന്ന കിരീടം ശിരസിൽ അണിഞ്ഞ് ദാരികൻ ദേവിയെ വെല്ലുവിളിക്കുന്നു. നീ ഭൂമിയിൽ നിൽക്കുമ്പോൾ ഞാൻ എഴുന്നള്ളുന്ന സുവർണ രഥം നീ കണ്ടില്ലേ ഭദ്രേ? എന്റെ കയ്യിലിരിക്കുന്ന മന്ത്രവാളിന്റെ ശക്തി നിനക്കറിയില്ലല്ലോ. സുവർണ രഥപ്പടിയിലിരുന്ന് പരിഹാസ നയനങ്ങളോടെ പരിഹാസ വാക്കുകൾ വിളിച്ചു പറഞ്ഞ് ദാരികൻ ദേവിയുടെ കോപത്തെ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. അഗ്നിദേവനെ ശിരസിൽ ജ്വലിപ്പിച്ച് പുഷ്പവൃഷ്ടിയുടെ അഹമ്പടിയോടെ കിഴക്ക് ദിക്കിൽ നിന്നും പടിഞ്ഞാറ് ദിക്കിലേക്ക് വെളായിണി അമ്മ എഴുന്നള്ളുമ്പോൾ ദാരികൻ തന്റെ മന്ത്രവാൾ ഉയർത്തിക്കാട്ടി ദേവിക്ക് മുന്നറിയിപ്പ് നൽകുന്നു. വായ്ക്കുലവയിട്ട് ദേവിയുടെ വിജയത്തിനായി മനമൊരുക്കി പ്രാർത്ഥിച്ച് അന്നയുടെ തിരിയുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എത്തിച്ചേർന്ന ആയിരക്കണക്കിന് അമ്മയുടെ മക്കളെ സാക്ഷി നിർത്തി ഒന്നാമത്തെ യുദ്ധം പവിത്രവും ഈ പരിപാവനവുമായി രണഭൂമിയിൽ സമാരംഭിച്ചു കഴിഞ്ഞു. നിരായുധയായി തന്റെ മുമ്പിൽ ആയുധധാരിയായി നിൽക്കുന്ന ദാരികനെ ദേവി തന്റെ 3 നയനങ്ങൾ മലർക്ക തുറന്ന് തീക്ഷ്ണമായി നോക്കി നിൽക്കുന്നു. ദാരികന്റെ ശക്തിയുടെ ഉറവിടം എന്തുകൊണ്ട് തനിക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് ചിന്തിച്ച് നിരാശയോടെ വെളായിണി അമ്മ പടിഞ്ഞാറ് ദിക്കിൽ നിന്നും കിഴക്ക് ദിക്കിലേക്ക് എഴുന്നള്ളുമ്പോൾ ദേവിയുടെ പിന്നാലെ ദാരികൻ സുവർണ രഥപ്പടിയിലിരുന്ന് പരിഹാസ നയനങ്ങളോടെ ദേവിയെ തൻ്റെ മന്ത്രവാൾ ഉയർത്തിക്കാട്ടി തൻ്റെ കാൽച്ചുവട്ടിൽ വന്ന് യുദ്ധം ചെയ്യുവാൻ വെല്ലുവിളിക്കുന്നു. ഇന്ന് നേരം പുലരുവോളം തന്നെ പരിഹസിച്ച് വെല്ലുവിളിച്ച ഈ അസുരന്റെ ശക്തിയുടെ ഉറവിടം എന്തുകൊണ്ട് തനിക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ല? ദേവിക്ക് തന്റെ കോപം അടക്കുവാൻ സാധിക്കുന്നില്ല. കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദാരികനെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുവാൻ വെമ്പൽ പൂണ്ട് ശ്രീഭദ്ര ദാരികന്റെ സമീപം ആർത്ത് അട്ടഹസിച്ച് മുന്നോട്ട് എഴുന്നള്ളുമ്പോൾ തനിക്ക് തടസ്സമായി നിൽക്കുന്ന പടയാളികളെ തട്ടിമാറ്റുവാൻ ദേവി ശ്രമിക്കുന്നു. മഹാദേവൻ കൽപ്പിച്ചു കൊടുത്ത 1 കോടി ഭൂതഗണങ്ങളെയും അണിനിരത്തി തന്നോട് യുദ്ധം ചെയ്യുവാൻ തന്റെ കാൽച്ചുവട്ടിൽ വരുവാൻ ദേവി ദാരികനെ വെല്ലുവിളിച്ചപ്പോൾ ദാരികൻ തന്റെ കൺമുമ്പിൽ നിന്ന് മാറിപ്പോകുവാൻ ദേവിയോട് ആജ്ഞാപിക്കുന്നു. തടസ്സമായി നിൽക്കുന്നത് തന്റെ പടയാളികളെ തട്ടിമാറ്റി ദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദാരികനെ തൃക്കൺ പാർത്ത ശ്രീഭദ്ര തൃക്കാൽ ഉയർത്തി ദാരികനെ തന്റെ കാൽച്ചുവട്ടിൽ വരുവാൻ വെല്ലുവിളിക്കുന്നു. നാവും നീട്ടി 4 വീരപ്പല്ലുകൾ വെളിയിൽ കാട്ടി തന്റെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദാരികനെ യമപുരിക്ക് അയക്കുവാൻ തക്ക കോപത്തോടെ എഴുന്നള്ളുന്ന വെളായിണിയമ്മ ദേവിക്ക് തന്റെ കോപം അടക്കുവാൻ സാധിക്കുന്നില്ല. ഇന്ന് നേരം പുലരുവോളം തന്നെ പരിഹാസ വാക്കുകൾ വിളിച്ചു പറഞ്ഞ ദാരികനോട് തന്റെ കാൽച്ചുവട്ടിൽ വന്ന് യുദ്ധം ചെയ്യുവാൻ ദേവി വെല്ലുവിളിച്ചപ്പോൾ ദാരികൻ പരിഹാസ നയനങ്ങളുടെ അസുരമുടി എന്ന കിരീടവും ശിരസിൽ വഹിച്ച്
ദേവിയുടെ മുമ്പിൽ നൃത്തം ചവിട്ടി ദേവിയെ കോപിഷ്ഠയാക്കുവാൻ ശ്രമിക്കുന്നു. തന്റെ കയ്യിലിരിക്കുന്ന മന്ത്രവാളിന്റെ ശക്തി ഈ ദേവതയ്ക്കറിയില്ല. ബ്രഹ്മദേവനെ തപസ് ചെയ്ത് സമ്പാദിച്ച ഈ മന്ത്രവാളിന്റെ മുമ്പിൽ കേവലം നിരായുധയായി യുദ്ധം ചെയ്യുവാൻ ഈ ദേവതയ്ക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? ദാരികൻ ചിന്തിക്കുന്നു. 7 വെള്ളക്കുതിരകളെ പൂട്ടിയ സുവർണരഥം ബ്രഹ്മദേവൻ ദാരികന് പ്രദാനം ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടെ രഥപ്പടിയിൽ ചാടിക്കയറിയും ദേവിയുടെ ദർശനം കിട്ടുന്ന സമയം ഭൂമിയിൽ ഇറങ്ങി ദേവിയെ വെല്ലുവിളിച്ച് ആയുധം ഉയർത്തിക്കാട്ടി ദേവിയുടെ കോപത്തെ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ദാരികനെ തൃക്കൺ പാർത്ത ദേവിക്ക് തന്റെ കോപം അടക്കുവാൻ സാധിക്കുന്നില്ല. വർദ്ധിത വീര്യത്തോടെ തന്നെ പരിഹസിച്ച് നൃത്തം ചവിട്ട് വെല്ലുവിളിക്കുന്ന ദാരികന്റെ പിന്നാലെ ശ്രീഭദ്ര ആർപ്പ് വിളിച്ച് അട്ടഹസിച്ച് എഴുന്നള്ളുമ്പോൾ ദേവിയോട് യുദ്ധം ചെയ്യാതെ തന്റെ പിന്നാലെ ദാസിയായി വരുവാൻ ദേവിയോട് കൽപ്പിച്ച ദാരികൻ ആസുരമുടി എന്ന കിരീടം തന്റെ ശിരസിൽ ഉണ്ടായിരിക്കുന്ന കാലത്തോളം ഒരു ശക്തിക്കും തന്നെ പരാജയപ്പെടുത്തുവാൻ സാധിക്കില്ല എന്ന ദാരികനെ അഹങ്കാരിയാകും. ശംഖനാദം മുഴക്കി അസുരവാദ്യമായ ചെണ്ടമേളത്തിന്റെ അഹമ്പടിയോടെ ഒന്നാമത്തെ യുദ്ധം നയിച്ച് വെള്ളായണി അമ്മ രണഭൂമിയിൽ എഴുന്നള്ളുമ്പോൾ ദേവിയുമായി യുദ്ധം ചെയ്യാതെ പരിഹാസ നയനങ്ങളോടെ ദാരികൻ ദേവിയുടെ മുമ്പിൽ നിന്ന് ദേവിയെ വെല്ലുവിളിക്കുന്നു. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്റെ കൺമുമ്പിൽ നിന്ന് മാറിപ്പോ. എന്റെ കാൽ ചുവട്ടിൽ വന്ന് യുദ്ധം ചെയ്യുവാൻ നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു ദാരിക എന്ന് ദേവി ദാരികന് മുന്നറിയിപ്പ് നൽകുമ്പോൾ ദാരികൻ തന്റെ സുവർണ രഥത്തിലേറി ദേവിയുടെ മുമ്പിൽ പരിഹാസ വാക്കുകൾ വിളിച്ചു പറഞ്ഞ് വെല്ലുവിളിക്കുന്ന കാഴ്ച. ദാരികനെ തൃക്കൺ പാർത്ത ശ്രീഭദ്രയ്ക്ക് തന്റെ കോപം അടക്കുവാൻ സാധിക്കുന്നില്ല. നാവ് വെളിയിൽ കാട്ടി 4 വീരപ്പല്ലുകൾ വെളിയിൽ കാണത്തക്ക രീതിയിൽ തനിക്ക് തടസ്സമായി നിൽക്കുന്ന പടയാളികളെ തട്ടിമാറ്റി ദാരികന്റെ സമീപത്ത് എത്തിച്ചേരുവാൻ ശ്രമിക്കുന്ന വെള്ളായണി അമ്മയുടെ വിശ്വരൂപം. കഴിഞ്ഞ 10 നാൾ ദേവി ദാരികനെ പരാജയപ്പെടുത്തുവാൻ എന്താണ് ഉപായമെന്ന് ചിന്തിച്ച് തപസ് അനുഷ്ഠിച്ച ശേഷമാണ് ഇന്നലെ ആകാശമാർഗെ ദാരികനെ അന്വേഷിച്ച് ദേവി എഴുന്നള്ളിയത്. ആകാശമാർഗെ കണ്ടുമുട്ടിയ ശ്രീഭദ്രയെ പരിഹാസ വാക്കുകൾ വിളിച്ചു പറഞ്ഞും ദേവിയുടെ പിതാവായ മഹാദേവനെ അധിക്ഷേപിച്ചും നാരിയായ നിനക്ക് എന്നോട് യുദ്ധം ചെയ്യുവാൻ എങ്ങനെ ധൈര്യമുണ്ടായി എന്ന് പല പല വാക്കുകൾ വിളിച്ചു പറഞ്ഞ ദേവിയുടെ കോപത്തെ വർദ്ധിപ്പിക്കുവാൻ ശ്രമിച്ച ദാരികൻ ഭൂമിയിൽ വെച്ച് ചെയ്യുവാൻ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ സൂര്യൻ കിഴക്കുണർന്നുവാൻ എന്നോട് യുദ്ധം ചെയ്യുവാൻ നീ ഭൂമിയിൽ എഴുന്നള്ളി പിറ്റേ ദിവസം വാ എന്ന് ദേവിയോട് ആജ്ഞാപിച്ച ദാരികൻ ഒന്നാമത്തെ യുദ്ധം നയിക്കുവാൻ ശ്രീഭദ്ര രണഭൂമിയിൽ എഴുന്നള്ളിയപ്പോ ദേവിയോട് നേർക്കുനേർ യുദ്ധം ചെയ്യാതെ ദേവിയുടെ മുമ്പിൽ തന്റെ മന്ത്രവാൾ ഉയർത്തിക്കാട്ടി തന്റെ ആയുധബലം ദേവിയെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. എന്നോട് യുദ്ധം ചെയ്യുവാൻ നിരായുധയായി നിനക്ക് എങ്ങനെ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാൻ ധൈര്യമുണ്ടായി ഈ ഭദ്രയെന്ന് ദാരികൻ ദേവിയോട് ആജ്ഞാപിച്ചപ്പോ നിന്നോട് യുദ്ധം ചെയ്യുവാൻ എനിക്ക് ആയുധം വേണ്ട ദാരിക, നിന്റെ കരങ്ങൾ ഞാൻ ഛേദിച്ചെടുത്ത് അത് ഉടയാടയായി
എൻ്റെ അരയിൽ ചാർത്തി നിന്റെ ശിരസ് ഞാൻ കൈലാസനാഥന് കാണിക്കയായി സമർപ്പിക്കും. ശ്രീപരമേശ്വര പുത്രിയായ ശ്രീഭദ്രയാണ് ഞാൻ. ജീവൻ വേണമെങ്കിൽ എൻ്റെ കൺമുമ്പിൽ നിന്ന് മാറിപ്പോ ദാരിക എന്ന് ദേവി ദാരികന് മുന്നറിയിപ്പ് നൽകിയപ്പോ തൻ്റെ ദാസിയായി തൻ്റെ സേവികയായി തന്നോടൊപ്പം കൂടിക്കൊള്ളുവാൻ ദാരികൻ ദേവിയോട് ആജ്ഞാപിക്കുന്നു. തൻ്റെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് തന്നെ പരിഹസിക്കുന്ന ദാരികനെ തൃക്കൺ പാർത്ത ശ്രീഭദ്രയ്ക്ക് തന്റെ കോപം അടക്കുവാൻ സാധിക്കുന്നില്ല. സംഹാരുദ്രയായി ഭൂമിദേവിയുടെ വിരുമാറിൽ അമർത്തി ചവിട്ടിയ തൃപ്പാദങ്ങളോടെ ദേവി പടിഞ്ഞാറ് ദിക്കിൽ നിന്നും കിഴക്ക് ദിക്കിലേക്ക് എഴുന്നള്ളുമ്പോൾ തന്നെ ഭയന്ന് ശ്രീഭദ്ര രണഭൂമിയിൽ നിന്നും ഓടിപ്പോകുന്നുവെന്ന് ധരിച്ച ദാരികൻ ദേവിയുടെ പിന്നാലെ പലായനം ചെയ്ത് ഒന്നാമത്തെ യുദ്ധം ശ്രീഭദ്ര പൂർത്തിയാക്കി തന്റെ വാഹനമായ വേതാളിയുടെ കണ്ടത്തിൽ അമർന്നിരിക്കുമ്പോൾ പവിത്രവും പരിപാവനവുമായ ഒരു യുദ്ധമാണ് ഈ രണഭൂമിയിൽ പൂർത്തിയായത്. അസുരവാദ്യമായ ചെണ്ടമേളം അന്തരീക്ഷത്തിൽ മുഴങ്ങുമ്പോഴും ദേവിയുടെ ഭൂതഗണങ്ങൾ ഉയർത്തുന്ന ശംഖനാദം അന്തരീക്ഷത്തിൽ വിലയം പ്രാപിക്കുമ്പോഴും ദാരികൻ കൊട്ടാരത്തിൽ വിശ്രമിച്ച് യുദ്ധക്ഷീണം തീർത്ത ശേഷം ദേവിയുടെ വാദ്യഘോഷങ്ങൾ ശ്രവിച്ച് ഇതുവരെയും രണഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. അഗ്നിദേവനെ ശിരസിൽ ജ്വലിപ്പിച്ച് 33 കോടി ദേവന്മാരെ തൻ്റെ ചുറ്റും അണിനിരക്കുവാൻ ആജ്ഞാപിച്ച് തൻ്റെ ഭൂതഗണങ്ങളെ ചുറ്റും വിന്യസിച്ച് രണ്ടാമത്തെ യുദ്ധം നയിക്കുവാൻ വെളായിണി അമ്മ രണഭൂമിയിൽ എഴുന്നള്ളുന്നതിൻ്റെ വാദ്യഘോഷങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കുന്നു. ഒന്നാമത്തെ യുദ്ധാന്ത്യത്തിൽ ദാരികന്റെ ശരീരത്തിലുണ്ടായ മുറിവിൽ നിന്നും ഉതിർന്നു വീണ രക്തത്തുള്ളികൾ ഭൂമിയിൽ പതിച്ചപ്പോൾ ബ്രഹ്മദേവന്റെ വരദാനത്താൽ ദാരികന്റെ രൂപത്തിലും ഭാവത്തിലും ശക്തിയിലുമുള്ള 1000 അസുരന്മാർ പുനർജനിച്ച് ദാരികന് ചുറ്റും അകമ്പടി സേവിക്കുന്നു. ഇതിലേതാണ് യഥാർത്ഥ ദാരികനെന്ന് ദേവിക്ക് ഇതുവരെയും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. രണ്ടാമത്തെ യുദ്ധം നയിച്ച് വെളായിണി അമ്മ കിഴക്ക് ദിക്കിൽ നിന്നും പടിഞ്ഞാറ് ദിക്കിലേക്ക് എഴുന്നള്ളുന്ന ഭക്തി നിർഭരമായ കാഴ്ചയാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ഭക്തർക്കും ദർശനമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അഗ്നിദേവനെ ശിരസിൽ ജ്വലിപ്പിച്ചും പുഷ്പവിഷ്ടിയുടെ അഹമ്പടിയോടെ വായ്ക്കുരുവിയുടെ അഹമ്പടിയോടെ ശംഖനാദം മുഴക്കി കിഴക്ക് ദിക്കിൽ നിന്നും പടിഞ്ഞാറ് ദിക്കിലേക്ക് എഴുന്നള്ളുന്ന വെളായിണി അമ്മയുടെ ദിവ്യരൂപം ദേവിയെ പരിഹസിച്ച് നൃത്തം ചവിട്ടി ദേവിയെ വെല്ലുവിളിക്കുന്ന ആസുര ചക്രവർത്തിയായ ദാരികൻ ശിരസ് ചലിപ്പിച്ചും ആയുധം ഉയർത്തിക്കാട്ടിയും ദേവിയെ വെല്ലുവിളിക്കുന്ന ദാരികനെ തൃക്കൺ പാർത്ത ശ്രീഭദ്രയ്ക്ക് തന്റെ കോപം അടക്കുവാൻ സാധിക്കുന്നില്ല. തടസ്സമായി നിൽക്കുന്ന പടയാളികളെ തട്ടിമാറ്റി ദാരികന്റെ അടുക്കൽ എത്തുവാൻ വെമ്പൽ പൂണ്ട് വെളായിണി അമ്മ രണഭൂമിയിൽ 3 നയനങ്ങൾ മലർക്ക തുറന്ന് ദാരികനുമായി യുദ്ധം ചെയ്യുവാൻ എഴുന്നള്ളുമ്പോൾ ഭൂമിയിൽ നിൽക്കുന്ന വെളായിണി ദേവിയെ ദാരികൻ തന്റെ സുവർണ
രഥത്തിലേറി തന്നെ ഭയന്ന് ദേവത പലായനം ചെയ്യുന്നു ധരിച്ച് പടിഞ്ഞാറ് ദിക്കിൽ നിന്നും കിഴക്ക് ദിക്കിലേക്ക് എഴുന്നള്ളുന്നു. നീ ഭൂമിയിൽ നിൽക്കുമ്പോൾ ഞാൻ എഴുന്നള്ളുന്ന സുവർണരഥം നീ കാണുന്നില്ലേ ഭദ്രേ? ദാരികൻ പരിഹാസ വാക്കുകൾ വിളിച്ചു പറഞ്ഞ് ദേവിയുടെ കോപത്തെ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. തന്നെ പരിഹസിച്ച ദാരികന്റെ അടുക്കൽ ദാരികനെ യമപുരിക്ക് അയക്കുവാൻ തക്ക കോപത്തോടെ എഴുന്നള്ളുന്ന വെള്ളായണി അമ്മ, ധൈര്യമുണ്ടെങ്കിൽ എന്റെ കാൽച്ചുവട്ടിൽ വന്ന് എന്നോട് യുദ്ധം ചെയ്തായിരുക. നിന്റെ ശിരസ് ഛേദിച്ച് നിന്റെ മാറ് വലിച്ചു പിളർന്ന് കുടൽമാലയെടുത്ത് എന്റെ കഴുത്തിൽ ചാർത്തും. നിന്റെ ചുടുചോര പാനപാത്രത്തിൽ ശേഖരിച്ച് ഞാൻ മുത്തിക്കുടിക്കും. നിന്റെ കൈകൾ ഛേദിച്ചെടുത്ത് ഉടയാടയായി ഞാൻ അരയിൽ ചാർത്തും. ധൈര്യമുണ്ടെങ്കിൽ എന്റെ കാൽച്ചുവട്ടിൽ വന്ന് എന്നോട് യുദ്ധം ചെയ്യും. ദേവി തൃക്കാലുയർത്തി ദാരികന് മുന്നറിയിപ്പ് നൽകുന്നു. നിന്നെ ഞാൻ പാതാള ലോകത്തിൽ ചവിട്ടിത്താഴ്ത്തും. നിന്റെ ശിരസ് ഞാൻ ഛേദിച്ചെടുക്കും. നിന്റെ പിതാവായ കൈലാസനാഥന് നിന്റെ ശിരസ് ഞാൻ കാണിക്കയായി സമർപ്പിക്കും. ശ്രീ പരമേശ്വര പുത്രിയായ ശ്രീഭദ്രയാണ് ഞാൻ. ദേവി ദാരികന് മുന്നറിയിപ്പ് നൽകുമ്പോൾ ദേവിയെ പരിഹസിച്ച് ദാരികൻ നൃത്തം ചവിട്ടുന്നു. ആസുരമുടി എന്ന കിരീടം ശിരസിൽ വഹിച്ചിരിക്കുന്ന കാലത്തോളം ഒരു ശക്തിക്കും തന്നെ പരാജയപ്പെടുത്തുവാൻ സാധിക്കില്ല എന്ന് ദാരികനറിയാം. ആയുധം ഉയർത്തിക്കാട്ടി ദേവിയെ വെല്ലുവിളിക്കുന്ന ആസുര ചക്രവർത്തിയായ ദാരികൻ, എന്റെ കയ്യിലിരിക്കുന്ന ഈ ആയുധങ്ങൾ ഞാൻ തപസ് ചെയ്ത് ബ്രഹ്മദേവനിൽ നിന്നും കരസ്ഥമാക്കിയതാണെന്ന് നിനക്കറിയാമോ ഭദ്രേ? ദാരികൻ ദേവിയെ വെല്ലുവിളിക്കുന്നു. ദാരികന്റെ പരിഹാസ വാക്കുകൾ ശ്രവിച്ച വെള്ളായണി അമ്മയ്ക്ക് തന്റെ കോപം അടക്കുവാൻ സാധിക്കുന്നില്ല. ദാരികന്റെ ശക്തിയുടെ ഉറവിടം എന്തുകൊണ്ട് തനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്ന് ചിന്തിച്ച് കോപം ഉള്ളിലടക്കി നിരാശയോടെ ദേവി ദാരികനെ നോക്കി നിൽക്കുന്നു. തടസ്സമായി നിൽക്കുന്ന പടയാളികളെ തട്ടിമാറ്റി ദേവി ദാരികന്റെ അടുക്കൽ ഉദിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ഭക്തർക്കും ദർശനമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പുഷ്പവൃഷ്ടി അർപ്പിച്ചും ശംഖനാദം മുഴക്കിയും വായ്ക്കുരവിട്ടും ദേവിയുടെ വിജയത്തിനായി ശരീരവും മനസ്സും ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിച്ച് അതിരാവിലെ മുതൽ ദേവിയുടെ തിരുയുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എത്തിച്ചേർന്ന 10,000-കണക്കിന് അമ്മയുടെ മക്കൾ 3 വർഷത്തിലൊരിക്കൽ വെള്ളായണി അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച കാളിയൂട്ട് പർണയേറ്റ് മഹോത്സവത്തിന്റെ ഭക്തി നിർഭരമായ 2ാമത്തെ നിലത്തിൽ പോരും. ഒന്നാമത്തെ യുദ്ധവേളയിൽ ദാരികന്റെ ശരീരത്തിൽ ഉണ്ടാക്കിയ മുറിവിൽ നിന്നും ഉതിർന്നു വീണ രക്തത്തുള്ളികൾ ഭൂമിയിൽ പതിച്ചപ്പോൾ ദാരികന്റെ രൂപത്തിലും ഭാവത്തിലും ശക്തിയിലുമുള്ള 1000 അസുരന്മാരായി പുനർജനിച്ച് ദാരികന് ചുറ്റും മറയാക്കി ദാരികൻ അഹമ്പടി സേവിക്കും. ഇതിലേതാണ് യഥാർത്ഥ ദാരികനെന്ന് ഇതുവരെയും ദേവിക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ല. യുദ്ധം ചെയ്യാൻ വന്നാൽ യുദ്ധം ചെയ്യണം. ദേവിയുടെ യുദ്ധം ചെയ്യാതെ ദേവിയുടെ മുമ്പിൽ പരിഹാസ നൃത്തം ചവിട്ടി ദേവിയുടെ കോപത്തെ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ദാരികൻ തന്റെ അന്ധകയായ വെള്ളായണി അമ്മയുടെ മുമ്പിൽ നിന്നാണ് താൻ നൃത്തം ചവിട്ടുന്നത് എന്ന് ഈ അസുരൻ മനസ്സിലാക്കുന്നില്ല. നാരിയുടെ കൈകൾ കൊണ്ട് മരിക്കാതിരിക്കുവാൻ തനിക്ക് പ്രത്യേകിച്ച് വരമൊന്നും ആവശ്യമില്ല എന്നും അപ്രകാരം ഒരു വരം സമ്പാദിച്ചാൽ
ദേവന്മാരും അസുരന്മാരും എന്നെ പരിഹസിക്കില്ലേ എന്നും അഹങ്കാരത്തോടെ മഴിഞ്ഞ ദാരികൻ ശ്രീഭദ്ര യുദ്ധസജ്ജയായി രണഭൂമിയിൽ എഴുന്നള്ളി ദാരികന് മുമ്പിൽ ദർശനം നൽകുമ്പോൾ ദേവിയുമായി നേർക്ക് നേർ യുദ്ധം ചെയ്യാതെ ദേവിയെ പരിഹസിച്ച് നൃത്തം ചവിട്ടി ദേവിയെ വെല്ലുവിളിക്കുന്ന അസുര ചക്രവർത്തിയായ ദാരികൻ ദാരികന്റെ നൃത്തം തൃക്കൻ പാർത്ത ശ്രീഭദ്രയ്ക്ക് തന്റെ കോപം അടക്കുവാൻ സാധിക്കുന്നില്ല. ദേവിയുടെ മുമ്പിൽ തന്റെ ആയുധം ഉയർത്തിക്കാട്ടിയും രഥപ്പടിയിൽ ഇരുന്ന ദേവിയെ തന്റെ കാൽ ചുവട്ടിൽ വരുവാൻ വെല്ലുവിളിച്ചും തന്റെ ശരീരഭാഗം ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിച്ച് പരിഹാസ വാക്കുകൾ വിളിച്ചു പറഞ്ഞ് ആയുധങ്ങൾ ഉയർത്തിക്കാട്ടി ദേവിയെ പ്രകോപിതയാക്കുമ്പോൾ വെള്ളായണി അമ്മയ്ക്ക് തന്റെ കോപം അടക്കുവാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ 10 നാൾ ഈ അസുര ചക്രവർത്തിയെ നിഗ്രഹിക്കുവാനും യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാൻ എന്താണ് ഉപായമെന്ന് ദേവി വേതാളിയുടെ കണ്ഠത്തിൽ അമർന്നിരുന്ന യുദ്ധതന്ത്രം മെനഞ്ഞ ശേഷമാണ് ഇന്നലെ ആകാശമാർഗെ ദാരികനെ അന്വേഷിച്ച് വെള്ളായണി അമ്മ എഴുന്നള്ളിയപ്പോൾ ദേവിക്ക് ദാരികനെ കണ്ടുമുട്ടുവാൻ സാധിച്ചത്. തടസ്സമായി നിൽക്കുന്ന തന്റെ ഭൂതഗണങ്ങളെ തട്ടിമാറ്റി വെള്ളായണി ദേവി ദാരികന്റെ അടുക്കലെത്തുവാൻ കുതിക്കുന്നു. തന്നെ തടസ്സപ്പെടുത്തുന്ന തന്റെ ഭൂതഗണങ്ങളെ മാറിപ്പോകുവാൻ ആജ്ഞാപിച്ച് ദേവി തൃക്കാൽ കൊണ്ട് ഭൂമിയിൽ ചവിട്ടി തന്റെ 3 നയനങ്ങൾ മലർക്ക തുറന്ന് നാവും നീട്ടി വീരപ്പല്ലുകൾ വെളിയിൽ കാട്ടി ദാരികനെ വെല്ലുവിളിക്കുന്ന വെള്ളായണി അമ്മയുടെ വിശ്വരൂപം ദേവിയുടെ പിന്നാലെ തന്നെ ഭയന്ന് ഈ ദേവത പലായനം ചെയ്യുന്നു ധരിച്ച് ദാരികനും പടിഞ്ഞാറ് ദിക്കിൽ നിന്നും കിഴക്ക് ദിക്കിലേക്ക് എഴുന്നള്ളുമ്പോൾ ഈ ദേവതയ്ക്ക് തന്നെ ഭയമാണെന്നും തന്നോട് യുദ്ധം ചെയ്യുവാൻ ഈ ദേവതയ്ക്ക് ധൈര്യം പോരാ എന്ന് ദാരികൻ കരുതുന്നു. അഹങ്കാരത്തോടെ ദേവിയുടെ മുമ്പിൽ ദേവിയെ പരിഹസിച്ച് നൃത്തം ചവിട്ടി വെള്ളായണി അമ്മയെ വെല്ലുവിളിക്കുന്ന ദാരികനെ ദേവി തീക്ഷ്ണ നയനങ്ങളോടെ നോക്കി നിൽക്കുന്നു. ദാരികന്റെ പത്നി മനോദരി കൊട്ടാരത്തിലിരുന്ന് മണിമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുന്ന കാരണത്താലാണ് ദാരികന്റെ ശക്തി ഒന്നിനൊന്ന് വർദ്ധിച്ചു വരുന്നത് എന്ന രഹസ്യം ഇതുവരെയും വെള്ളായണി ശ്രീഭദ്രയ്ക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ല. മായാവി എന്നും താമസി എന്നും പേരുള്ള 2 മന്ത്രദേവതകൾ ദാരികന്റെ കൊട്ടാരത്തിൽ അടിമകളായി ഇരിക്കുന്ന കാലത്തോളം ദാരികന്റെ ശക്തിയോ ദാരികന്റെ പക്കലുള്ള ആയുധങ്ങളുടെ ബലമോ ദാരികന് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളോ എന്താണെന്ന് വെള്ളായണി അമ്മയ്ക്ക് ഗ്രഹിക്കുവാൻ സാധിക്കാതെ കോപത്താൽ അടിമുടി വിറച്ച് കിഴക്ക് ദിക്കിൽ നിന്നും പടിഞ്ഞാറ് ദിക്കിലേക്ക് എഴുന്നള്ളുന്ന ദേവിയുടെ ദിവ്യ രൂപം ദേവിക്ക് തന്റെ കോപം അടക്കുവാൻ സാധിക്കുന്നില്ല. തന്റെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദാരികനെ ദേവി തൃക്കൻ പാർത്തപ്പോൾ തന്നെ തന്റെ കാൽച്ചുവട്ടിൽ വരുവാൻ വെല്ലുവിളിക്കുന്ന ദാരികനെ യമപുരിക്ക് അയക്കുവാൻ തക്ക കോപത്തോടെ വെള്ളായണി അമ്മ എഴുന്നള്ളി ദാരികനെ ഒരു നിമിഷം നോക്കി നിന്ന് തന്റെ ഭൂതഗണത്തിന്റെ കയ്യിൽ നിന്നും ത്രിശൂലം പിടിച്ചു വാങ്ങി ദാരികന് ദേവി മുന്നറിയിപ്പ് നൽകുന്നു. എന്റെ കൺമുമ്പിൽ നിന്ന് മാറിപ്പോ ദാരിക,
ഈ തൃശൂലം നിന്റെ മാറിൽ കുത്തിയിറക്കി നിന്റെ ചുടുചോര ഞാൻ പാനം ചെയ്യും. ശ്രീ പരമേശ്വര പുത്രിയായ ശ്രീഭദ്രയാണ് ആജ്ഞാപിക്കുന്നത്. ജീവൻ വേണമെങ്കിൽ എന്റെ കൺമുമ്പിൽ നിന്ന് മാറിപ്പോ. ദേവി ദാരുകനെ മുന്നറിയിപ്പ് നൽകുന്നു. തൃശൂലം പുറകിൽ ഒളിപ്പിച്ച് താൻ നിരായുധയായി രണഭൂമിയിൽ നിൽക്കുന്നു എന്ന് ദാരുകനെ ധരിപ്പിച്ച് ആയുധധാരിയായി തന്റെ കൺമുമ്പിൽ നിന്ന് തന്നെ വെല്ലുവിളിക്കുന്ന ഈ അസുര ചക്രവർത്തിയെ യമപുരിക്ക് അയക്കുവാൻ എന്താണ് ഉപായമെന്ന് ചിന്തിച്ച് കിഴക്ക് ദിക്കിൽ നിന്നും പടിഞ്ഞാറ് ദിക്കിലേക്ക് എഴുന്നള്ളുന്ന വെളായണി കുടികൊള്ളുന്ന ശ്രീഭദ്ര ദേവിയുടെ മുമ്പിൽ ചുമൽ കുലുക്കി പരിഹസിച്ച് ചിരിച്ച് ആയുധങ്ങൾ ഉയർത്തിക്കാട്ടി ദേവിയെ വെല്ലുവിളിക്കുന്ന ആസുര ചക്രവർത്തിയായ ദാരികനെ തൃക്കൺ പാർത്ത ശ്രീഭദ്രയ്ക്ക് തന്റെ കോപം നിയന്ത്രിക്കുവാൻ സാധിക്കുന്നില്ല. സംഹാരുദ്രയായി കോപം ഉള്ളിലടക്കി തടസ്സമായി നിൽക്കുന്നതിന്റെ ഭൂതഗണങ്ങളെ തട്ടിമാറ്റി തന്നെ വെല്ലുവിളിക്കുന്ന ദാരികന്റെ സമീപത്ത് എത്തിച്ചേരുവാൻ ശ്രമിക്കുന്ന വെള്ളായണിയമ്മ സംഹാരുദ്ര സ്വരൂപം ധരിച്ച് തന്റെ അവതാര ലക്ഷ്യ പൂർത്തീകരണമായ ദാരികനെ നിഗ്രഹിച്ച് ദാരിക ശിരസ് കൈലാസത്തിലെത്തി മഹാദേവന് സമർപ്പിക്കുവാൻ വെമ്പൽ പൂണ്ട് ദേവി ദേഷ്യം സഹിക്കവയ്യാതെ ഭൂമിദേവിയുടെ വിരുമാറിൽ അമർത്തി ചവിട്ടി തന്റെ കോപം പ്രകടമാക്കുന്നു. ഗുഹ പോലെ ഉള്ള വദനം തുറന്ന് വീരപ്പല്ലുകൾ വെളിയിൽ കാട്ടി നാവും നീട്ടി ദാരികന്റെ ചുടുചോര പാനം ചെയ്യുവാൻ തക്ക കോപത്തോടെ എഴുന്നള്ളി നിൽക്കുന്ന വെളായണി അമ്മയുടെ വിശ്വരൂപം, ദേവിയുടെ വിശ്വരൂപം ദർശിച്ചാൽ ദേവിയെ പരിഹസിച്ച് വെല്ലുവിളിക്കുന്ന ഈ ദാരികൻ ദേവിയുടെ മുമ്പിൽ നിന്ന് നൃത്തം വെക്കില്ലായിരുന്നു. ലോകമാതാവായ പാർവതി ദേവിക്ക് പോലും ദേവിയുടെ വിശ്വരൂപം നോക്കി നിൽക്കുവാൻ സാധിക്കാതെ തന്റെ നയനങ്ങൾ മുറുകെ അടച്ച് സൗമ്യമായ രൂപം ധരിച്ച് ദർശനം നൽകുവാൻ പാർവതി ദേവി ശ്രീഭദ്രയോട് ആവശ്യപ്പെട്ടപ്പോൾ തന്റെ തൃക്കോലം മാറ്റി ഒരു ശിരസും 3 തൃക്കണ്ണുകളോടും ആയുധങ്ങളേന്തിയ 14 തൃക്കൈകളോടും നിന്ന് അമ്മയെയും അച്ഛനെയും നമസ്കരിച്ച വെളായണി ശ്രീഭദ്രാളിനി പുഷ്പവിഷ്ടിയുടെ അഹമ്പടിയോടെ വായ്ക്കുര വീട്ട് ദേവിയുടെ വിജയത്തിനായി മനമുരുകി പ്രാർത്ഥിക്കുന്ന 10,000 അമ്മയുടെ മക്കളെ സാക്ഷി നിർത്തിയും കിഴക്ക് ദിക്കിൽ എഴുന്നള്ളി തന്റെ മുമ്പിൽ പരിഹസിച്ച് നൃത്തം ചവിട്ടുന്ന ദാരികനെ ദേവി ഒരു നിമിഷം നോക്കി നിന്ന ശേഷം പടിഞ്ഞാറ് ദിക്കിലേക്ക് ദേവി എഴുന്നള്ളി രണ്ടാമത്തെ നയിക്കുന്നു. എന്നോട് യുദ്ധം ചെയ്യുവാൻ നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി ദാരിക? ഇന്ന് നേരം പുലരുവോളം നിന്നോട് 7 യുദ്ധങ്ങൾ ഞാൻ പൂർത്തിയാക്കിയതല്ലേ? നിന്റെ ശിരസ് ഛേദിച്ച് നിന്റെ മാറ് വലിച്ചു പിളർന്ന് കുടൽമാല എടുത്ത് കഴുത്തിലണിഞ്ഞ് നിന്റെ ചുടുചോര പാനപാത്രത്തിൽ ശേഖരിച്ച് ഞാൻ മോത്തിക്കുടിക്കും. നിന്റെ ശിരസ് കൈലാസനാഥന് ഞാൻ കാണിക്കയായി സമർപ്പിക്കും. ശ്രീ പരമേശ്വര പുത്രിയായ ശ്രീഭദ്രയാണ് ഞാൻ. ദേവി ദാരികന് മുന്നറിയിപ്പ് നൽകുന്നു. തൃശൂലം ഉയർത്തിക്കാട്ടി തൃശൂലം മാറിൽ കുത്തിയിറക്കുമെന്ന് ദാരികന് മുന്നറിയിപ്പ് നൽകുന്ന വെളായണിയമ്മ തന്നെ ഭയന്ന് വെളായണി ദേവി പലായനം ചെയ്യുന്നു ധരിച്ച ദാരികൻ പരിഹാസ വാക്കുകൾ വിളിച്ചു പറഞ്ഞും തന്റെ പരിചാരകരെ ചുറ്റും ചേർത്ത് നിർത്തിയും ദേവിയുടെ മുമ്പിൽ പരിഹാസ നൃത്തം ചവിട്ടി
ദേവിയെ വെല്ലുവിളിക്കുന്നു. എന്റെ നൃത്തം എങ്ങനെയുണ്ട് ഭദ്രേ? നീ നൃത്തം ചവിട്ടി എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ നിന്റെ മുമ്പിൽ ഞാനും നൃത്തം ചെയ്യും. ദേവിയുടെ നൃത്തത്തെ പരിഹസിച്ച് ദാരികൻ നൃത്തം ചവിട്ടി ദേവിയുടെ കോപത്തെ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ തന്നെ പരിഹസിച്ച് നൃത്തം ചവിട്ടുന്ന ദാരികനെ രണഭൂമിയിൽ നിന്നും യമഭൂമിയിലേക്ക് ആട്ടിപ്പായിക്കുവാൻ കോപിഷ്ഠയായ ശ്രീഭദ്ര കിഴക്ക് ദിക്കിൽ നിന്നും പടിഞ്ഞാറ് ദിക്കിൽ എഴുന്നള്ളി ദാരികന് മുന്നറിയിപ്പ് നൽകുന്നു. എന്റെ കൺമുമ്പിൽ നിന്ന് മാറിപ്പോ ദാരിക, അല്ലെങ്കിൽ എന്റെ കാൽ ചുവട്ടിൽ വന്ന് എന്നോട് യുദ്ധം ചെയ്. തീരുവായ നീ എന്തിനാണ് മാറി നിൽക്കുന്നത്? എന്റെ സമീപം വന്ന് എന്നോട് യുദ്ധം ചെയ്യുവാൻ നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു. ദേവി ദാരികനോട് ആജ്ഞാപിച്ചപ്പോ ദാരികൻ ദേവിയോട് തന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുവാനും തിരികെ മറുവാക്ക് ചൊല്ലുന്നു. തന്നെ പരിഹസിക്കുന്ന ദാരികനെ തക്കൻ പാർത്ത വെള്ളായണി അമ്മയ്ക്ക് തന്റെ കോപം അടക്കുവാൻ സാധിക്കുന്നില്ല. തന്റെ പരിചാരകരെ തട്ടിമാറ്റി ദാരികന്റെ ശിരസ് ഛേദിക്കുവാൻ തക്ക കോപത്തോടെ ദേവി ഭൂമിയിൽ എഴുന്നള്ളി ദാരികനെ വെല്ലുവിളിക്കുമ്പോ ദാരികൻ ദേവിയോട് യുദ്ധം ചെയ്യാതെ തന്റെ പരിചാരകരെ മുന്നിൽ നിർത്തി തനിക്ക് രക്ഷാകവചം ഒരുക്കി ദേവിയുടെ മുമ്പിൽ ആയുധം ഉയർത്തി ദേവിയെ പരിഹസിക്കുന്നു. ആസുരമുടി എന്ന കിരീടം ശിരസിൽ വഹിച്ച് ദേവിയുടെ തൃശൂലം കൊണ്ട് തന്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കുവാൻ ധൈര്യമുണ്ടോ ഭദ്രേ എന്ന് ദേവിയോട് ആജ്ഞാപിച്ച് ദേവിയുടെ പിന്നാലെ പരിഹാസ ചലനങ്ങൾ ദേവിയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ദാരികൻ ദേവിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദേവി തന്റെ കയ്യിൽ നിന്ന തൃശൂലം ദാരികന്റെ വിരിമാറ് നേരെ ചുഴറ്റി എറിഞ്ഞ് രണ്ടാമത്തെ യുദ്ധം അവസാനിപ്പിച്ച് വേതാളിയുടെ കണ്ടത്തിൽ അമർന്നിരിക്കുമ്പോൾ കാളിയൂട്ട് മഹോത്സവത്തിന്റെ 2 യുദ്ധങ്ങളാണ് ഇവിടെ പൂർണ്ണമായത്. മൂന്നാമത്തെ യുദ്ധം നയിക്കുവാൻ രണഭൂമിയിൽ ഞാൻ എഴുന്നള്ളുന്നു ദാരിക എന്ന് ദാരികന് മുന്നറിയിപ്പ് നൽകുന്ന വാദ്യഘോഷങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നു. ആസുരവാദ്യമായ ചെണ്ടമേളം മുഴക്കുന്ന ഭൂതഗണങ്ങളോട് തന്റെ വാദ്യമേളം മുഴക്കുവാൻ ആജ്ഞാപിച്ച് ശംഖനാദം മുഴക്കി തന്നോട് യുദ്ധത്തിനായി വെല്ലുവിളിച്ച ദാരികനെ രണഭൂമിയിൽ നിന്നും യമഭൂമിയിലേക്ക് അയക്കുവാൻ വെമ്പൽ പൂണ്ട് വെള്ളായണി അമ്മ മൂന്നാമത്തെ യുദ്ധം നയിക്കുവാൻ എഴുന്നള്ളുന്ന ഭക്തി നിർഭരമായ കാഴ്ചയാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ഭക്തർക്കും ദർശനമായി ലഭിക്കുവാൻ പോകുന്നത്. അഗ്നിദേവനെ ശിരസിൽ ജ്വലിപ്പിച്ച് കോപം ഉള്ളിലടക്കി പുഷ്പവൃഷ്ടിയുടെ അഹമ്പടിയോടെ കിഴക്ക് ദിക്കിൽ നിന്നും പടിഞ്ഞാറ് ദിക്കിലേക്ക് എഴുന്നള്ളുന്ന വെള്ളായണി അമ്മ കഴിഞ്ഞ 67 ദിവസം ദാരികനെ കാത്തിരുന്ന് 68ാം ദിനം ആകാശമാർഗെ കണ്ടുമുട്ടി ഭൂമിയിൽ വെച്ച് യുദ്ധം ചെയ്യുവാൻ ദാരികൻ വെല്ലുവിളിച്ചപ്പോ നിന്നോട് യുദ്ധം ചെയ്യുവാൻ പരമേശ്വരപുത്രിയായ തനിക്ക് തെല്ലും ഭയമില്ല ദാരിക എന്ന് മറുവാക്ക് ചൊല്ലി തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദാരികനെ 3 നയനങ്ങൾ മലർക്ക തുറന്ന് ദേവി നോക്കി നിൽക്കുമ്പോൾ ദേവിയെ പരിഹസിച്ച് ദാരികൻ ആയുധം ഉയർത്തിക്കാട്ടി നൃത്തം ചവിട്ടുന്നു.
എന്റെ കയ്യിലിരിക്കുന്ന ആയുധത്തിന്റെ ശക്തി നിനക്കറിയാമോ ഭദ്രേ? ഇത് ബ്രഹ്മദേവൻ എനിക്ക് പ്രദാനം ചെയ്ത ആയുധങ്ങളാണ്. നിരായുധയായി എന്നോട് യുദ്ധം ചെയ്യുവാൻ നിനക്കെങ്ങനെ ധൈര്യമുണ്ടായി? ദാരികൻ ദേവിയെ വെല്ലുവിളിക്കുന്നു. ആയുധത്തിന്റെ മൂർച്ച ദേവിയുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തി എന്റെ കൺമുമ്പിൽ നിന്ന് മാറിപ്പോ ഭദ്രയെന്ന് ദാരികൻ ദേവിയോട് ആജ്ഞാപിക്കുമ്പോ കോപിഷ്ഠയായി 3 നയനങ്ങൾ മലർക്ക തുറന്ന് ദേവി ഒരു നിമിഷം ദാരികനെ നോക്കി നിൽക്കുന്നു. യുദ്ധം ചെയ്യാൻ വന്നാൽ നേർക്ക് നേർ യുദ്ധം ചെയ്യണം. ദേവിയോട് യുദ്ധം ചെയ്യാതെ ദേവി ഭൂമിയിൽ നിലകൊള്ളുമ്പോൾ ദേവിയുടെ പിന്നാലെ ബ്രഹ്മദേവൻ പ്രദാനം ചെയ്ത സുവർണ രഥപ്പടിയിലിരുന്ന് ദാരികൻ പരിഹാസവാക്കുകൾ വിളിച്ചു പറഞ്ഞ് ദേവിയുടെ പിന്നാലെ എഴുന്നള്ളുന്ന കാഴ്ച. ആയുധം ഉയർത്തിക്കാട്ടി, നീ ഭൂമിയിൽ നിൽക്കുമ്പോൾ എന്റെ സുവർണരഥം നീ കാണുന്നില്ലേ ഭദ്രേ എന്ന് ദേവിയെ വെല്ലുവിളിച്ച് വീണ്ടും ഭൂമിയിൽ ചാടിയിറങ്ങി തന്റെ കാൽ ചുവട്ടിൽ വന്ന് യുദ്ധം ചെയ്യുവാൻ ദാരികൻ ദേവിയെ വെല്ലുവിളിക്കുന്നു. ദേവിയുടെ മുമ്പിൽ ദേവിയെ പരിഹസിച്ച് നൃത്തം ചവിട്ടി വെള്ളായണി അമ്മയുടെ കോപത്തെ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആസുരകൃതിയായ ദാരികൻ ശരീരഭാഗങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിച്ച് ആയുധം ദേവിയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് തന്റെ ശരീരത്തിന് 10,000 മതിച്ച ആനയുടെ ബലമുണ്ടെന്ന് ദേവിയെ ബോധ്യപ്പെടുത്തി ദാരികൻ ദേവിയെ വെല്ലുവിളിച്ചപ്പോൾ കോപം അടക്കുവാൻ സാധിക്കാതെ വെള്ളായണിയമ്മ ദാരികനെ കിഴക്ക് ദിക്കിൽ നിന്ന് പടിഞ്ഞാറ് ദിക്കിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ആഗ്രഹം വളഞ്ഞ പള്ളിവാൾ തന്റെ ഭൂതഗണങ്ങളുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി ദേവി ദാരികന് മുന്നറിയിപ്പ് നൽകുന്നു. നിന്റെ ശിരസ് ഛേദിച്ച് നിന്റെ മാറ് വലിച്ചു പിളർന്ന് കുടൽമാലയെടുത്ത് കഴുത്തിലടിഞ്ഞ് നിന്റെ കരങ്ങൾ ഛേദിച്ചെടുത്ത് ഉടയാടയായി ഞാൻ അരയിൽ ചാർത്തും ദാരിക. ദേവിയുടെ പിന്നാലെ പരിഹാസ നൃത്തം ചവിട്ടി നീങ്ങുന്ന ദാരികൻ തന്റെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന പരിചാരകരെ തട്ടിമാറ്റി ദാരികൻ മുന്നോട്ട് കുതിക്കുവാൻ ശ്രമിച്ചപ്പോൾ വെള്ളായണി അമ്മയ്ക്ക് തന്റെ കോപം അടക്കുവാൻ സാധിക്കുന്നില്ല. തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നൃത്തം ചവിട്ടി തന്നെ വെല്ലുവിളിക്കുന്ന ദാരികനെ ദേവി ഒരു നിമിഷം നോക്കി നിന്ന ശേഷം തന്റെ കൺമുമ്പിൽ നിന്ന് ആട്ടിപ്പായിക്കുവാൻ ശ്രമിക്കുന്നു. മാറിപ്പോ, എന്റെ കൺമുമ്പിൽ നിന്ന് മാറിപ്പോ ദാരിക. നിന്റെ ശിരസ് ഛേദിച്ചെടുത്ത് കൈലാസനാഥന് കാണിക്കയായി ഞാൻ സമർപ്പിക്കും. ആർപ്പ് വിളിച്ച് ആട്ടകസിച്ച് നാവും നീട്ടി 4 വീരപ്പല്ലുകൾ വെളിയിൽ കാട്ടി ദാരികന്റെ മുമ്പിൽ വിശ്വരൂപം പ്രദർശിപ്പിക്കുന്ന വെള്ളായണി അമ്മ. ഒരു നിമിഷം ദാരികൻ പതറിയെങ്കിലും ബ്രഹ്മദേവൻ പ്രദാനം ചെയ്ത വരദാനത്താൽ
തന്റെ ശരീരത്തിന് 10,000 മതിച്ച ആനയുടെ ബലമുണ്ടെന്ന് ഓർമ്മിച്ച് ദാരികൻ വീണ്ടും സുവർണ രഥം വരുത്തി അതിലിരുന്ന് എഴുന്നള്ളുന്ന കാഴ്ച. ഭൂമിയിൽ ദേവി രണഭൂമിയിൽ എഴുന്നള്ളുമ്പോൾ ദാരികൻ തന്റെ സുവർണ രഥം വരുത്തി അതിന്റെ മുകളിൽ കയറി നിന്ന് ദേവിയുടെ മുമ്പിൽ ആയുധം പ്രദർശിപ്പിച്ച് ദേവിയെ ഭയപ്പെടുത്തി ഓടിക്കുവാൻ ശ്രമിക്കുന്നു. എന്നോട് യുദ്ധം ചെയ്യുവാൻ കേവലം ഒരു നാരിയായ നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി ഭദ്രേ? ഞാൻ എഴുതുന്ന ഈ സുവർണരഥം ബ്രഹ്മദേവൻ എനിക്ക് പ്രദാനം ചെയ്തതാണ്. നീ ഭൂമിയിൽ നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ ഞാൻ രഥപ്പടിയിലിരുന്ന് യുദ്ധം ചെയ്യുന്നത് നീ കാണുന്നില്ലേ? ദേവിയെ പരിഹാസ വാക്കുകൾ വിളിച്ചു പറഞ്ഞ് ദേവിയുടെ കോപത്തെ വർദ്ധിപ്പിച്ച് പ്രകോപിതയാക്കുവാൻ ശ്രമിക്കുന്ന ദാരികൻ തന്റെ അന്ധകയായ വെള്ളായണി അമ്മയാണ് ഈ രണഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട് തന്നോട് യുദ്ധം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുവാൻ വരുന്ന സമയം ദാരികൻ അറിയുന്നില്ല. തന്റെ ശരീരബലം ദേവിയെ ബോധ്യപ്പെടുത്തുന്ന ദാരികനെ തൃക്കം പാർത്ത ദേവിക്ക് തന്റെ കോപം അടക്കുവാൻ സാധിക്കുന്നില്ല. വർദ്ധിത വീര്യത്തോടെ തന്നെ പരിഹസിച്ച് വെല്ലുവിളിക്കുന്ന ദാരികന്റെ ശിരസ് ഛേദിച്ച് കൈലാസനാഥനെ കാണിക്കയായി സമർപ്പിക്കുവാൻ ദാരികന്റെ ചുടുചോര പാനം ചെയ്യുവാൻ വെമ്പൽ പൂണ്ട് 4 വീരപ്പലികൾ വെളിയിൽ കാട്ടി താണ്ഡവ നൃത്തമാടി ദേവി ദാരികന്റെ അടുക്കൽ ഉദിക്കുന്ന കാഴ്ച. തടസ്സമായി നിൽക്കുന്ന പടയാളികളെ തട്ടിമാറ്റി ദേവി ദാരികന് മുന്നറിയിപ്പ് നൽകുന്നു. മാറിപ്പോ, നിന്റെ മാറ് വലിച്ചു പിളർന്ന് നിന്റെ ചുടുചോര ഞാൻ പാനം ചെയ്യും ദാരിക. നിന്റെ കുടൽമാല വലിച്ചെടുത്ത് കഴുത്തിൽ ഞാൻ ഹാരമായി ചാർത്തും. നിന്റെ ശിരസ് ഛേദിച്ചെടുത്ത് കൈലാസനാഥന് ഞാൻ കാണിക്കയായി സമർപ്പിക്കും. ശ്രീ പരമേശ്വര പുത്രിയായ ശ്രീഭദ്രയാണ് ഞാൻ. ദേവി ദാരികന് മുന്നറിയിപ്പ് നൽകി ഭൂമിദേവിയുടെ വിരുമാറിൽ അമർത്തിച്ചവിട്ടിയ തൃപ്പാദങ്ങളോടെ പടിഞ്ഞാറ് ദിക്കിൽ നിന്നും കിഴക്ക് ദിക്കിലേക്ക് എഴുന്നള്ളി ദാരികനെ ഒരു നിമിഷം നോക്കി നിൽക്കുന്നു. വെള്ളായണി അമ്മയ്ക്ക് തന്റെ കോപം അടക്കി നിർത്തുവാൻ സാധിക്കുന്നില്ല. തന്റെ പടയാളികളെ തട്ടിമാറ്റി ദാരികന്റെ സമീപം എത്തുവാൻ ശ്രമിക്കുന്ന അമ്മയുടെ ദിവ്യരൂപം ആർപ്പ് വിളിച്ച് നാവ് നീട്ടി വീരപ്പല്ലുകൾ വെളിയിൽ കാട്ടി ദേവി തന്റെ കോപം പ്രകടിപ്പിക്കുമ്പോ ദേവിയുടെ കോപം ശമിപ്പിക്കുവാൻ വായ്ക്കുരവിട്ട് ദേവിയുടെ തിരുമുമ്പിൽ മനസ്സും ശരീരവും അർപ്പിച്ച് അമ്മയുടെ വിജയത്തിനായി പ്രാർത്ഥിക്കുന്ന 10,000 അമ്മയുടെ മക്കൾ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന മന്ത്രവും മനസ്സിൽ ഉരുക്കഴിച്ച് തിന്മയുടെ പ്രതീകമായ ദാരികനെ യമലോകത്ത് പറഞ്ഞയച്ച് ഭൂമിയിൽ സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ച് അതിരാവിലെ മുതൽ എത്തിച്ചേർന്ന 10,000 അമ്മയുടെ മക്കൾ 3 വർഷത്തിലൊരിക്കൽ വെള്ളായണി അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച പർണേറ്റ് കാളിയൂട്ട് മഹോത്സവത്തിന്റെ ഭക്തി നിർഭരമായ 3ാമത്തെ യുദ്ധം. 2 യുദ്ധം പൂർത്തിയാക്കിയിട്ടും ഓരോ യുദ്ധാന്ത്യത്തിലും ദേവി തന്റെ തൃശൂലം ദാരികന്റെ വിരുമാറിന് നേരെ ചുഴറ്റി എറിഞ്ഞ് തന്റെ കോപം പ്രകടിപ്പിച്ചിട്ടും ദേവിക്ക് ദാരികനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കാതെ 3ാമത്തെ യുദ്ധം നയിച്ച് വെള്ളായണി അമ്മ എഴുന്നള്ളുമ്പോ ദേവിയുമായി യുദ്ധം ചെയ്യാതെ ദേവിയെ പരിഹസിച്ച് നൃത്തം വയ്ക്കുന്ന ആസുര ചക്രവർത്തിയായ ദാരികൻ.
വേതാളിയുടെ കണ്ടത്തിൽ അമർന്നിരുന്ന യുദ്ധതന്ത്രം മെനഞ്ഞും ദാരികൻ സുവർണരഥത്തിലേറി ദേവിയെ വെല്ലുവിളിക്കുമ്പോഴും ഈ അസുരന്റെ ശക്തി എന്തുകൊണ്ട് ഒന്നിനൊന്ന് വർദ്ധിച്ചു വരുന്നു എന്ന രഹസ്യം തനിക്ക് ഗ്രഹിക്കുവാൻ സാധിച്ചില്ല. ചിന്തിച്ച് കോപം ഉള്ളിലടക്കി നിരാശയോടെ ദേവി ദാരികനെ നോക്കിയിരിക്കുന്നു. ഇന്ന് നേരം പുലരുവോളം തന്നെ പരിഹസിച്ച് വെല്ലുവിളിച്ച ദാരികനെ യമപുരിക്ക് അയക്കുവാൻ തക്ക കോപത്തോടെ കിഴക്ക് ദിക്കിൽ നിന്നും പടിഞ്ഞാറ് ദിക്കിലേക്ക് എഴുന്നള്ളുന്ന വെള്ളായണി അമ്മയുടെ ദിവ്യരൂപം ആർപ്പ് വിളിച്ചും അട്ടഹസിച്ചും തന്റെ കാൽച്ചുവട്ടിൽ വന്ന് യുദ്ധം ചെയ്യുവാൻ ആജ്ഞാപിച്ചും ആജ്ഞാപിച്ചും ദേവി കിഴക്ക് ദിക്കിൽ എഴുന്നള്ളി പടിഞ്ഞാറ് ദിക്കിൽ നിലകൊള്ളുമ്പോൾ തന്റെ മുമ്പിൽ നിന്നും മടങ്ങിപ്പോകുവാൻ പരിഹാസ വാക്കുകൾ വിളിച്ചു പറഞ്ഞ് ദേവിയോട് ആജ്ഞാപിക്കുന്നു. ദേവിയുടെ വിജയത്തിനായി ദേവി മന്ത്രമായ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന മന്ത്രവും ഉരുക്കഴിച്ച് യുദ്ധം കണ്ട് ദേവിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ എത്തിച്ചേർന്ന 10,000-കണക്കിന് അമ്മയുടെ മക്കളെ സാക്ഷി നിർത്തി വെള്ളായണി അമ്മ ദാരികനുമായി മൂന്നാമത്തെ യുദ്ധം നയിച്ച് രണഭൂമിയിൽ എഴുന്നള്ളുന്ന കാഴ്ച ദേവിയുടെ നൃത്തത്തെ പരിഹസിച്ച് പരിഹാസ ചുവടുകൾ വെച്ച് തന്റെ ശരീരഭാഗം ചലിപ്പിച്ച് ദേവിയെ വെല്ലുവിളിക്കുന്ന ആസുര ചക്രവർത്തിയായ ദാരികൻ രണഭൂമിയിൽ വന്നാൽ തന്റെ ശത്രുവിനോട് യുദ്ധം ചെയ്യണം. അതാണ് യുദ്ധധർമ്മം. നൃത്തം വയ്ക്കേണ്ടത് നൃത്തമണ്ഡപത്തിലല്ലേ? യുദ്ധസജ്ജയായി വെള്ളായണി അമ്മ എഴുന്നള്ളുമ്പോ ദേവിയുമായി യുദ്ധം ചെയ്യാതെ ദേവിയെ പരിഹസിച്ച് നൃത്തം വെച്ച് ദേവിയുടെ കോപത്തെ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ദാരികന്റെ നൃത്തം തൃക്കൺ പാർത്ത ശ്രീഭദ്രയ്ക്ക് തന്റെ കോപം അടക്കുവാൻ സാധിക്കുന്നില്ല. ഈ അസുരന്റെ ശക്തി എന്തുകൊണ്ടാണ് ഒന്നിനൊന്ന് വർദ്ധിച്ചു വരുന്നത്? നിന്റെ ശിരസ് ഈ പള്ളിവാൾ കൊണ്ട് ഛേദിച്ച് കൈലാസനാഥന് ഞാൻ കാണിക്കയായി സമർപ്പിക്കുന്ന ദാരിക ശ്രീപരമേശ്വര പുത്രിയായ ശ്രീഭദ്രയാണ് ഞാൻ. ജീവൻ വേണമെങ്കിൽ എന്റെ കൺമുമ്പിൽ നിന്ന് മാറിപ്പോ. ദേവി ദാരികന് മുന്നറിയിപ്പ് നൽകുന്നു. ആഗ്രഹം പറഞ്ഞ പള്ളിവാളും തൃക്കൈയിലേന്തി സംഹാരുദ്ര സ്വരൂപം ധരിച്ച് പടിഞ്ഞാറ് ദിക്കിൽ നിന്നും കിഴക്ക് ദിക്കിൽ എഴുന്നള്ളി ഒരു നിമിഷം വെള്ളായണി അമ്മ ദാരികനെ തീക്ഷ്ണമായി നോക്കി നിൽക്കുന്നു. കഴിഞ്ഞ 2 യുദ്ധത്തിലും ഈ അസുരന്റെ നേരെ ഞാൻ എന്റെ ആയുധം വലിച്ചെറിഞ്ഞതല്ലേ? ഇവനെ എന്തുകൊണ്ട് എനിക്ക് കാലുപുരിക്ക് അയക്കുവാൻ സാധിക്കുന്നില്ല? ദേവി നിരാശയോടെ ചിന്തിച്ചു നിൽക്കുന്നു. തന്റെ അവതാര ലക്ഷ്യ പൂർത്തീകരണമായ ദാരിക നിഗ്രഹം എപ്രകാരം തനിക്ക് നടപ്പിലാക്കുവാൻ സാധിക്കും എന്ന് ചിന്തിച്ച് തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദാരികനെ ദേവി പള്ളിവാൾ കൊണ്ട് മുന്നറിയിപ്പ് നൽകുന്നു. നിന്റെ ശിരസ് ഞാൻ ഛേദിച്ചെടുക്കുന്ന ദാരിക,
നിന്റെ മാറ് വലിച്ചു പറന്ന് കുടൽമാലയെടുത്ത് കഴുത്തിൽ ചാർത്തി നിന്റെ കരങ്ങൾ ഛേദിച്ചെടുത്ത് ഉടയാടയായി എന്റെ അരയിൽ ചാർത്തി ഞാൻ നിന്റെ ശിരസ് കൈലാസനാഥന് കാണിക്കയായി സമർപ്പിക്കും. ദേവി ദാരികന് മുന്നറിയിപ്പ് നൽകിയ ശേഷം കിഴക്ക് ദിക്കിൽ എഴുന്നള്ളി ദാരികനെ വീണ്ടും ഒരു നിമിഷം തീക്ഷ്ണമായ നയനങ്ങളോടെ നോക്കി നിൽക്കുന്നു. സൂര്യദേവനെ തന്റെ ശിരസിൽ ആവാഹിച്ച് അഷ്ടദിക്പാലകന്മാരെ തന്റെ കാവൽക്കാരായി ചുറ്റും വിന്യസിച്ച് ചന്ദ്രകലാധാരിയായി മൂന്നാമത്തെ യുദ്ധം നയിക്കുന്ന വെള്ളായണിയമ്മ അമ്മയായും ദേവിയായും ഭദ്രയായും ദർശനം നൽകുന്ന കാളിയൂട്ട് മഹോത്സവകാലം സംഹാര രുദ്രസ്വരൂപം ധരിച്ച് തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് തന്നെ പരിഹസിച്ച് നൃത്തം വെച്ച് വെല്ലുവിളിക്കുന്ന ദാരികന്റെ ശിരസ് ഛേദിച്ചെടുക്കുവാൻ തക്ക കോപത്തോടെ എഴുന്നള്ളുന്ന വെള്ളായണി അമ്മയുടെ ദിവ്യരൂപം തടസ്സമായി നിൽക്കുന്ന ഭൂതഗണങ്ങളെ തട്ടിമാറ്റി ദാരികന്റെ സമീപമെത്തി ദാരികന്റെ ചുടുചോര പാനം ചെയ്യുവാൻ തക്ക കോപത്തോടെ ദേവി എഴുന്നള്ളുമ്പോ ദേവിയുമായി യുദ്ധം ചെയ്യാതെ ദാരികൻ ആസുരമുടി എന്ന കിരീടം ശിരസിൽ വഹിച്ച് ദേവിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദേവി തന്റെ ഉടവാൾ കൊണ്ട് ദാരികന്റെ നേരെ ചുഴറ്റി എറിഞ്ഞ് മൂന്നാമത്തെ യുദ്ധം പൂർത്തിയാക്കി വേതാളിയുടെ കണ്ടത്തിൽ അമർന്നിരിക്കുമ്പോൾ കാളിയൂട്ടിനോടനുബന്ധിച്ചുള്ള 3 യുദ്ധങ്ങളാണ് ഇവിടെ പൂർണ്ണമായത്. മാരക രോഗങ്ങളുടെ അതിദേവതയാണ് ശ്രീഭദ്ര. ദേവി മാലയായി ചാർത്തിയിരിക്കുന്നത് വലതുഭാഗത്ത് വസൂരിമാലയും ഇടതുഭാഗത്ത് മണ്ണന്മാലയുമാണ്. നാം മനമുരുകി ദേവിയെ വിളിച്ചാൽ ദേവി ഒരിക്കലും വസൂരി വിത്തുകൾ വാരി ഭൂമിയുടെ മേൽ പ്രയോഗിക്കില്ല. അമ്മയുടെ കാരുണ്യം തൻ്റെ മക്കളുടെ മുമ്പിൽ വാരിച്ചൊരിഞ്ഞ് ഈ ദേശത്തിൻ്റെ ഈ ഗ്രാമത്തിൻ്റെ ഐശ്വര്യ ദേവതയായി കുടികൊള്ളുന്ന വെള്ളായണി അമ്മ 3 വർഷത്തിലൊരിക്കൽ ഭക്തരായ നാം ദേവിയുടെ പ്രീതിക്കായി സമർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേർച്ചകളിൽ ഒന്നാണ് കാളിയൂട്ട് പർണേറ്റ് മഹോത്സവം. അടുത്ത 3 വർഷവും തങ്ങൾക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥനയോടെ അമ്മയുടെ തിരുമുമ്പിൽ ശരീരവും മനസ്സും അർപ്പിച്ച് ദേവിയോട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദർശിക്കുന്ന തന്നെ പൂജിക്കുന്ന ഓരോ ഭക്തൻ്റെയും ദുരിതങ്ങൾ തിരികെ വിളിച്ച് സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന വെള്ളായണിയമ്മ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശം എന്ന പേരിൽ വെള്ളായണം എന്ന പേര് ലോപിച്ച് വെള്ളായണിയായും വെള്ളായണി കായലിൽ ഒരു പച്ചത്തവളയുടെ രൂപത്തിൽ കുടികൊണ്ട വെള്ളായണി അമ്മയുടെ ചൈതന്യം ആവാഹിച്ച് കലമാൻ കൊമ്പിലും കമുകിൻ പൂവിലും ദേവിയെ കുടിയിരുത്തി പൂജിച്ചപ്പോൾ ദേവിക്ക് ഉചിതമായ തിരുമുടി പണിയിച്ച് ദേവിയെ കുടിയിരുത്തി വെള്ളായണി ക്ഷേത്രത്തിൽ പൂജിക്കുന്ന വെള്ളായണി ശ്രീ ഭദ്രാളി ദേവി
നാലാമത്തെ യുദ്ധം നയിക്കുവാൻ രണഭൂമിയിൽ എഴുന്നള്ളുന്നു ദാരിക എന്ന് മുന്നറിയിപ്പ് നൽകുന്ന ദേവിയുടെ വാദ്യഘോഷങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കുമ്പോൾ ദാരികൻ മധുപാനം നടത്തി യുദ്ധക്ഷീണം തീർത്ത് തന്റെ കൊട്ടാരത്തിൽ വിശ്രമിക്കുന്നു. യുദ്ധകാഹളം മുഴക്കുവാൻ തന്റെ വാദ്യമേളക്കാരായ ഭൂതഗണങ്ങളോട് ശ്രീഭദ്ര ആജ്ഞാപിച്ചപ്പോൾ നാലാമത്തെ യുദ്ധത്തിന്റെ യുദ്ധകാഹളം അന്തരീക്ഷത്തിൽ മുഴങ്ങി കേൾക്കുന്നു. 3 യുദ്ധം നയിച്ചിട്ടും ദേവിക്ക് ദാരികനെ നിഗ്രഹിക്കുവാനോ പരാജയപ്പെടുത്തുവാനോ സാധിക്കാതെ നിരാശയോടെ കോപം ഉള്ളിലടക്കി യുദ്ധതന്ത്രം മെനഞ്ഞ ശേഷം അഗ്നിദേവനെ ജ്വലിപ്പിച്ച് പ്രപഞ്ച ശക്തികളെ കാവൽക്കാരായി വരുവാൻ ആജ്ഞാപിച്ച് വെള്ളായണി അമ്മ നാലാമത്തെ യുദ്ധം നയിച്ച് രണഭൂമിയിൽ എഴുന്നള്ളുമ്പോൾ ദാരികനും രണഭൂമിയിൽ പ്രത്യക്ഷപ്പെടും. മഴുവും കയ്യിലേന്തി മൂന്നാമത്തെ യുദ്ധം നയിച്ച ദാരികൻ ബ്രഹ്മദേവൻ പ്രദാനം ചെയ്ത ദിവ്യ ആയുധങ്ങൾ കയ്യിലേന്തി ദേവിയുടെ മുമ്പിൽ നിലകൊണ്ട് ദേവിയെ വെല്ലുവിളിക്കുന്നു. നിരായുധയായി വെള്ളായണി അമ്മ ദാരികനെ ഒരു നിമിഷം തീക്ഷ്ണമായി നോക്കി നിൽക്കുമ്പോൾ ദാരികൻ തന്റെ ആയുധത്തിന്റെ മൂർച്ച പരിശോധിച്ച് ദേവിയെ വെല്ലുവിളിക്കുന്ന കാഴ്ച. ആസുരമുടി എന്ന കിരീടം ശിരസിലണിഞ്ഞ് ബ്രഹ്മദേവൻ പ്രദാനം ചെയ്ത വിശിഷ്ട ആയുധങ്ങൾ തന്റെ കരത്തിലെടുത്ത് വെള്ളായണി അമ്മയെ യുദ്ധത്തിനായി ദാരികൻ വെല്ലുവിളിക്കുമ്പോൾ കോപം ഉള്ളിലടക്കി നിരാശയോടെ ദേവി ദാരികനെ നോക്കി നിൽക്കുന്നു. എന്തുകൊണ്ടാണ് ഈ അസുരന്റെ ശക്തി ഒന്നിനെന്ന് വർദ്ധിച്ചു വരുന്നത്? ദേവിയുടെ ഓരോ ചലനങ്ങളെയും ദാരികൻ പരിഹാസത്തോടെ അനുവർത്തിക്കുന്ന കാഴ്ച. ദാരികന്റെ ശക്തിയുടെ ഉറവിടം എന്തുകൊണ്ട് തനിക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ല? യവന്റെ ശക്തി നാലാമത്തെ യുദ്ധത്തിന് ഞാൻ എഴുന്നള്ളുമ്പോൾ പൂർവാധികം വർദ്ധിച്ചുവല്ലോ. എന്താണ് ഇതിന് കാരണം? ദേവി രണഭൂമിയിൽ എഴുന്നള്ളി ദാരികനെ തൃക്കൻ പാർത്ത ശേഷം പടിഞ്ഞാറ് ദിക്കിൽ നിന്നും കിഴക്കേ ദിക്കിലേക്ക് എഴുന്നള്ളുന്നു. കിഴക്കേ ദിക്കിലേക്ക് എഴുന്നള്ളുന്ന ദേവിയുടെ പിന്നാലെ ദാരികൻ തന്റെ സുവർണ രഥത്തിലേറി ആയുധം ഉയർത്തിക്കാട്ടി തന്റെ ശരീരബലം ദേവിയെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. നീ ഭൂമിയിൽ നിൽക്കുമ്പോൾ എന്റെ സുവർണരഥം നീ കാണുന്നില്ലേ ഭദ്രേ? കയ്യിലിരിക്കുന്ന ആയുധം ദേവിയുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടി ദാരികൻ ദേവിയെ വെല്ലുവിളിക്കുന്നു. ഈ രഥപ്പടിയിൽ വന്നിരുന്ന് എന്നോട് യുദ്ധം ചെയ്യുവാൻ നിനക്ക് ധൈര്യമുണ്ടോ ഭദ്രേ? അഹങ്കാരിയായ ദാരികന്റെ ആട്ടഹാസം ശ്രവിച്ച വെള്ളായണി അമ്മയ്ക്ക് ദാരികനെ എപ്രകാരം പരാജയപ്പെടുത്തുവാൻ തനിക്ക് സാധിക്കും എന്ന് ചിന്തിച്ചു നിൽക്കുന്നു. പുഷ്പവൃഷ്ടിയുടെ അഹമ്പടിയോടെ ആദിത്യ ഭഗവാൻ എന്റെ തിരസിൽ ആവാഹിച്ച് കുടികൊള്ളുവാൻ ആജ്ഞാപിച്ച് ചന്ദ്രകലാധാരിയായി വെള്ളായണി അമ്മ നിരാശയോടെ കിഴക്ക് ദിക്കിൽ എഴുന്നില്ലേ വീണ്ടും ഒരു നിമിഷം ദാരികനെ നോക്കി നിൽക്കുന്നു. തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദാരികനെ തക്കൻ പാർത്ത ശ്രീഭദ്രയ്ക്ക് തന്റെ കോപം അടക്കുവാൻ സാധിക്കുന്നില്ല. കോപിഷ്ഠയായി താണ്ഡവ നൃത്ത ചുവടുമായി
കിഴക്ക് ദിക്കിൽ നിന്നും പടിഞ്ഞാറ് ദിക്കിലേക്ക് എഴുന്നള്ളുന്ന വെളായണി അമ്മയുടെ വിശ്വരൂപം വായ്ക്കുരവിട്ടും പുഷ്പവൃഷ്ടി അർപ്പിച്ചും ദേവിയുടെ കോപത്തെ ശമിപ്പിക്കുവാൻ ശ്രമിക്കുന്ന അമ്മയുടെ 10,000-കണക്കിന് മക്കൾ അഗ്നിദേവനെ ശിരസിൽ ജ്വലിപ്പിച്ച് അഷ്ടദിക് പാലകന്മാരെ തന്റെ കാവൽക്കാരായി വരുവാൻ ആജ്ഞാപിച്ച് സൂര്യചന്ദ്രന്മാരെ ശിരസിൽ സ്വീകരിച്ചിരുത്തി വെളായണി അമ്മ ദാരികനെ ഒരു നിമിഷം നോക്കി നിൽക്കും. ജീവൻ വേണമെങ്കിൽ എന്റെ കൺമുമ്പിൽ നിന്ന് മാറിപ്പോ ദാരിക. തന്റെ മുമ്പിൽ നൃത്തം വെച്ച് പരിഹസിക്കുന്ന ദാരികനെ ദേവി മുന്നറിയിപ്പ് നൽകുന്നു. കയ്യിലിരിക്കുന്ന ആയുധം ഉയർത്തിക്കാട്ടിയും ദേവിയുടെ പിന്നാലെ ദേവിയെ അഹമ്പടി സേവിച്ചും ദാരികനും പരിവാരങ്ങളും പടിഞ്ഞാറ് ദിക്കിൽ നിന്നും കിഴക്ക് ദിക്കിലേക്ക് എഴുന്നള്ളുമ്പോൾ കോപം സഹിക്കവയ്യാതെ ദേവി അഗ്നിദേവനെ തന്റെ ശിരസിൽ ജ്വലിപ്പിക്കുന്നു. ഭൂമിയിൽ അമർത്തിച്ചവിട്ടിയ തൃപ്പാദങ്ങളോടെ നടരാജമൂർത്തിയായ മഹാദേവന്റെ നൃത്ത ചുവടോടെ ശിരസിൽ അഗ്നിയെ ജ്വലിപ്പിച്ച് മൂന്നാം തൃക്കളിൽ നിന്നും ജ്വലിക്കുന്ന അഗ്നിയിൽ ദാരികനെ ചുട്ട് വെണ്ണീറാക്കുവാൻ തക്ക കോപത്തോടെ ദേവി തന്റെ വാഹനമായ വേതാളിയുടെ കണ്ടത്തിൽ അമർന്നിരുന്ന് ദാരികനെ 3 നയനങ്ങൾ മലർക്കെ തുറന്ന് നോക്കിയിരിക്കുന്നു. കഴിഞ്ഞ 3 യുദ്ധത്തിലും തനിക്ക് എന്തുകൊണ്ട് ഈ അസുരനെ നിഗ്രഹിക്കുവാനോ പരാജയപ്പെടുത്തുവാനോ സാധിച്ചില്ല എന്ന് ചിന്തിച്ച് വേതാളിയുടെ കണ്ടത്തിൽ അമർന്നിരുന്ന് യുദ്ധതന്ത്രം മെനഞ്ഞ ശേഷം കിഴക്ക് ദിക്കിൽ നിന്നും പടിഞ്ഞാറ് ദിക്കിലേക്ക് വെളായണി അമ്മ ഉദിച്ചു വരുന്ന കാഴ്ചകളാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ഭക്തർക്കും ദർശനമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തന്റെ പിന്നാലെ ദാസിയായി വരുവാൻ ദേവിയോട് ആജ്ഞാപിച്ച ദാരികൻ കേവലം ഒരു നാരിയായ ഈ ദേവത തന്നോട് യുദ്ധം ചെയ്യുവാൻ ആജ്ഞാപിച്ചാൽ വീരശൂര പരാക്രമിയായ താൻ യുദ്ധം ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിച്ച് ദേവിയുടെ മുമ്പിൽ പരിഹാസ നയനങ്ങളുടെ ദാരികൻ നിലകൊള്ളുമ്പോൾ വെളായണി അമ്മയ്ക്ക് തന്റെ കോപം അടക്കുവാൻ സാധിക്കുന്നില്ല. നാവും നീട്ടി വീരപ്പല്ലുകൾ വെളിയിൽ കാട്ടി ഭൂമിദേവിയുടെ വിരുമാറിൽ അമർത്തിച്ചവിട്ടിയ തൃപ്പാദങ്ങളോടെ വെളായണി അമ്മ പടിഞ്ഞാറ് ദിക്കിൽ നിന്നും കിഴക്ക് ദിക്കിലേക്ക് എഴുന്നള്ളുമ്പോൾ ദേവിയുടെ പിന്നാലെ ആർപ്പ് വിളിച്ച് അട്ടഹസിച്ച് ദാരികനും എഴുന്നള്ളുന്ന കാഴ്ച ചന്ദ്രകലാധാരിയായി മഹാദേവിന്റെ 3ാം തൃക്കളിൽ നിന്നും പൂജാതയായ വെളായണി അമ്മ 4ാമത്തെ യുദ്ധം നയിച്ച് ദാരികന്റെ മുമ്പിൽ നിലകൊള്ളുമ്പോൾ ദേവിയുമായി യുദ്ധം ചെയ്യാതെ ദേവിയെ പരിഹസിച്ച് ആയുധം ഉയർത്തിക്കാട്ടി നൃത്തം വയ്ക്കുന്ന ദാരികൻ തന്റെ ശരീരബലവും ആയുധബലവും ദേവിയെ ബോധ്യപ്പെടുത്തി തന്റെ ദാസിയായി തന്റെ പിന്നാലെ വരുവാൻ ദേവിയോട് ആജ്ഞാപിച്ച് കിഴക്ക് ദിക്കിൽ നിന്നും പടിഞ്ഞാറ് ദിക്കിലേക്ക് എഴുന്നള്ളുന്ന വെളായണി അമ്മയുടെ മുമ്പിൽ തന്റെ ശൗര്യവും സേനാബലവും ദേവിയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ദേവിയെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. ശംഖനാഥം മുഴക്കി
ആസുരവാദ്യമായ ചണ്ടമേളത്തിന്റെ അഹമ്പടിയോടെ, പുഷ്പവിഷ്ടിയുടെ അഹമ്പടിയോടെ വെളായണി അമ്മ ദാരികനുമായി യുദ്ധം ചെയ്യുവാൻ എഴുന്നള്ളുമ്പോ ദേവിയുമായി നേർക്കുനേർ യുദ്ധം ചെയ്യാതെ ദാരികൻ തന്റെ ശരീരബലം ദേവിയെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. ദാരികനെ തൃക്കൺ പാർത്ത ശ്രീഭദ്രയ്ക്ക് തന്റെ കോപം അടക്കുവാൻ സാധിക്കുന്നില്ല. നാവും നീട്ടി വീരപ്പല്ലുകൾ വെളിയിൽ കാട്ടി 3 നയനങ്ങൾ മലർക്ക തുറന്ന് ദാരികന്റെ ശിരസ് ഛേദിച്ചെടുക്കുവാൻ തക്ക കോപത്തോടെ എഴുന്നള്ളി നിൽക്കുന്ന വെളായണി അമ്മയുടെ വിശ്വരൂപം ദാരികനെ പാതാള ലോകത്തിൽ ചവിട്ടി താഴ്ത്തും എന്ന് മുന്നറിയിപ്പ് നൽകിയ വെളായണി അമ്മ പടിഞ്ഞാറ് ദിക്കിൽ നിന്നും കിഴക്ക് ദിക്കിലേക്ക് എഴുന്നള്ളുമ്പോൾ ദാരികനും പിന്നാലെ തന്നെ ഭയന്നാണ് ഈ ദേവത പലായനം ചെയ്യുന്നു ധരിച്ച് ദേവിയുടെ പിന്നാലെ വെല്ലുവിളിച്ച് അനുഗമിക്കുന്നു. ദാരികന്റെ വെല്ലുവിളി ശ്രമിച്ച ശ്രീഭദ്ര കോപം സഹിക്കവയ്യാതെ ഒരു നിമിഷം തിരിഞ്ഞു നിന്ന് ദാരികനെ തീക്ഷ്ണ നയനങ്ങളോടെ നോക്കി നിൽക്കുന്നു. തന്റെ ഭൂതങ്ങളുടെ കയ്യിൽ നിന്നും ഉടവാൾ പിടിച്ചു വാങ്ങി ദാരികന്റെ നേരെ ചുഴറ്റി എറിഞ്ഞ് 4ാമത്തെ യുദ്ധം പൂർണ്ണമാക്കി വെളായണി അമ്മ തന്റെ വാഹനമായ വേതാളിയുടെ കണ്ടത്തിൽ അമർന്നിരിക്കുവാൻ കുതിക്കുമ്പോൾ ബാളിവുഡിനോടനുബന്ധിച്ചുള്ള 4 യുദ്ധങ്ങൾ ഇവിടെ പൂർണ്ണമാകും. കഴിഞ്ഞ 4 യുദ്ധം നയിച്ചിട്ടും ദേവിക്ക് ദാരികനെ നിഗ്രഹിക്കുവാൻ സാധിക്കാതെ കോപം ഉള്ളിലടക്കി നിരാശയോടെ തൻ്റെ വാഹനമായ വേതാളിയുടെ കണ്ടത്തിൽ അമർന്നിരുന്ന് യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞ് ആഗ്നദേവനെ ശിരസിൽ ജ്വലിപ്പിച്ച് 5ാമത്തെ യുദ്ധം നയിക്കുവാൻ വെളായണി അമ്മ എഴുന്നള്ളുന്നതിൻ്റെ ദിവ്യരൂപമാണ്. എല്ലാ ഭക്തജനങ്ങളും അവിടെ നിന്ന് പുറകിലോട്ട് മാറി വന്ന് മറ്റുള്ളവർക്ക് കാണാനുള്ള അവസരം ലഭിക്കുന്നു. പ്രപഞ്ചശക്തികളെ തന്റെ കാവൽക്കാരായി വരുവാൻ ആജ്ഞാപിച്ചു. അഷ്ടദ്വിക് ബാലകന്മാരോട് തന്നോട് ചേർന്ന് നിൽക്കുവാൻ ആജ്ഞാപിച്ച ചന്ദ്രകലാധാരിയായി വെളായണി അമ്മ 5ാമത്തെ യുദ്ധം നയിക്കുവാൻ ആജ്ഞദേവനെ ശിരസിൽ ജ്വലിപ്പിച്ച് എഴുന്നള്ളുന്ന ഭക്തനിർഭരമായ കാഴ്ചകൾ കാണും. ഇവിടെ കുടിക്കുന്ന ഓരോ ഭക്തർക്കും ദർശനമായി ലഭിക്കും. 4 യുദ്ധം പൂർത്തിയാക്കിയിട്ടും ദാരികനെ പരാജയപ്പെടുത്തുവാനോ ദാരികനെ യമപുരിക്ക് അയക്കുവാനോ സാധിക്കാതെ കോപം ഉടലടക്കി എഴുന്നള്ളുന്ന വെളായണി ദേവി താണ്ഡവ നൃത്ത ചുവടുമായി പുഷ്പവൃഷ്ടിയുടെ അഹമ്പടിയോടെ കിഴക്ക് ദിക്കിൽ നിന്നും പടിഞ്ഞാറ് ദിക്കിൽ എഴുന്നള്ളുന്ന വെളായണി ദേവിയുടെ ദിവ്യരൂപം ദേവിയുടെ യുദ്ധകാവളം ശ്രമിച്ച ദാരികൻ സുവർണ രഥത്തിലേറി ബ്രഹ്മദേവൻ പ്രദാനം ചെയ്ത ബ്രഹ്മദണ്ഡം ദേവിയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ദേവിയെ വെല്ലുവിളിക്കുന്നു. ആസുരമുടി എന്ന കിരീടം ശിരസിൽ വഹിച്ച് ബ്രഹ്മദേവനിൽ നിന്നും തപസ് ചെയ്ത് കരസ്ഥമാക്കിയ ആയുധങ്ങൾ തോളിലേന്തി ദേവിയെ പരിഹസിച്ച് നൃത്തം ചവിട്ടി
വെളായണി ദേവിയെ വെല്ലുവിളിക്കുന്ന അസുര ചക്രവർത്തിയായ ദാരികൻ. തന്റെ മുമ്പിൽ തന്നെ പരിഹസിച്ച് വെല്ലുവിളിക്കുന്ന ദാരികനെ തൃക്കം പാർത്ത വെളായണി അമ്മയ്ക്ക് തന്റെ കോപം അടക്കുവാൻ സാധിക്കുന്നില്ല. സംഹാര രുദ്ര സ്വരൂപം ധരിച്ച് ദാരികനെ പാതാള ലോകത്തിൽ ചവിട്ടി താഴ്ത്തുവാൻ തക്ക കോപത്തോടെ നിരായി കോപം ഉള്ളിലടക്കി ദേവി ദാരികനെ നോക്കി നിൽക്കുമ്പോൾ ദാരികൻ തന്റെ ശരീരബലം ദേവിയെ ബോധ്യപ്പെടുത്തുകയും കയ്യിലിരിക്കുന്ന ആയുധത്തിന്റെ ബലം ദേവിയുടെ മുമ്പിൽ പ്രകടിപ്പിക്കുകയും ചെയ്യും. എന്നോട് യുദ്ധം ചെയ്യുവാൻ നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി ഭദ്രേ എന്ന് ദാരികൻ ദേവിയെ വെല്ലുവിളിച്ചപ്പോൾ, എന്നോട് യുദ്ധം ചെയ്യുവാൻ തയ്യാറായി ഞാൻ നിൽക്കുന്നത് നീ കാണുന്നില്ലേ ദാരിക എന്ന് ദേവി ദാരികനോട് മറുപടി വാക്ക് ചെല്ലുന്നു. എന്നെ പാതാള ലോകത്തിൽ ചവിട്ടി താഴ്ത്തി നിന്റെ ശിരസ് ഛേദിച്ച് കൈലാസനാഥന് ഞാൻ കാണിക്കയെ സമർപ്പിക്കും. ദേവി ദാരികന് മുന്നറിയിപ്പ് നൽകി പടിഞ്ഞാറ് ദിക്കിൽ നിന്നും കിഴക്ക് ദിക്കിലേക്ക് എഴുന്നള്ളുമ്പോൾ ദേവിയുടെ പിന്നാലെ ദാരികൻ തന്റെ ആയുധം ഉയർത്തിക്കാട്ടിയും സുവർണ രഥപ്പടിയിലിരുന്നും തന്നെ ഭയന്നാണ് വെളായണി അമ്മ കിഴക്ക് ദിക്കിലേക്ക് എഴുന്നള്ളുന്നു ധരിച്ച് രണഭൂമിയിൽ അകമ്പടി സേവിക്കുന്നു. തന്നെ പരിഹസിച്ചുകൊണ്ടുള്ള ദാരികന്റെ ചലനങ്ങൾ ദേവിയുടെ കോപം വർദ്ധിപ്പിക്കുവാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. താൻ ഇങ്ങനെ ദേവിയെ പരിഹസിച്ചാൽ ദേവി ഭയന്ന് രണഭൂമിയിൽ നിന്നും പലായനം ചെയ്യും എന്ന് ധരിച്ച ദാരികൻ തന്റെ അന്തകയായ വെളായണി അമ്മയുടെ തിരുമുമ്പിൽ നിന്നാണ് ദേവിയെ പരിഹസിച്ച് നൃത്തം ചവിട്ടതെന്നറിയാതെ വീണ്ടും വീണ്ടും ദേവിയെ വെല്ലുവിളിക്കുന്ന കാഴ്ച. ദാരികപതി മനോദരി കൊട്ടാരത്തിലിരുന്ന് മണിമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുന്ന കാരണത്താലാണ് ദാരികന്റെ ശക്തി ഒന്നിനെന്ന് വർദ്ധിച്ചു വരുന്നത് എന്ന രഹസ്യം ഇതുവരെയും വെളായണി ദേവിക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ല. കോപം ഉള്ളിലടക്കി നിരാശയോടെ ദാരികനെ ദേവി ഒരു നിമിഷം നോക്കി നിന്ന ശേഷം വീണ്ടും കിഴക്ക് ദിക്കിലേക്ക് എഴുന്നള്ളുന്നു. ആയുധം തോളിലേന്തി രഥപ്പടിയിലിരുന്ന ദേവിയെ വെല്ലുവിളിക്കുന്നതായി ദേവി ഭൂമിയിൽ നിന്ന് ദാരികനുമായി യുദ്ധം ചെയ്യുമ്പോൾ ദാരികൻ സുവർണ രഥത്തിലേറി സുവർണ രഥപ്പടിയിൽ വന്ന് തന്നോട് യുദ്ധം ചെയ്യുവാൻ ദേവിയെ വെല്ലുവിളിക്കുന്നു. തന്നെ വെല്ലുവിളിച്ച ദാരികനെ തൃക്കൺ പാർത്ത വെളായണി അമ്മയ്ക്ക് കോപം അടക്കുവാൻ സാധിക്കുന്നില്ല. കോപത്താൽ ആടിമുടി വിറച്ച വെളായണി ദേവി ദാരികന്റെ ശിരസ് ഛേദിക്കുവാൻ തക്ക കോപത്തോടെ ദാരികന്റെ സമീപത്തേക്ക് എഴുന്നള്ളുമ്പോ
ദേവിയെ പരിഹസിച്ച് നൃത്തം വെച്ച് ദേവിയെ വെല്ലുവിളിക്കുന്നു. എന്നോട് യുദ്ധം ചെയ്യുവാൻ നിന്റെ കുലം എന്താണ്? നിന്റെ മാതാപിതാക്കളുടെ പേര് പറയാമോ? തൃക്കണ്ണിൽ നിന്നും പൂജാതയായ നിനക്ക് എന്നോട് യുദ്ധം ചെയ്യാൻ എന്ത് യോഗ്യതയാണുള്ളത്? ദേവിയെ പരിഹാസവാക്കുകൾ വിളിച്ചു പറഞ്ഞ് ദേവിയെ യുദ്ധഭൂമിയിൽ നിന്ന് മാറ്റിപ്പായിക്കുവാൻ ശ്രമിക്കുന്ന ദാരികൻ ദാരികൻ പറയുന്ന ഓരോ വാക്കുകളും ശ്രമിച്ച ശ്രീമതിലേക്ക് തന്റെ കോപം അടക്കുവാൻ സാധിക്കുന്നില്ല. ദാരികന്റെ ശിരസ് ഛേദിച്ചെടുത്ത് മാറ് വലിച്ചു പിളർന്ന് കുടൽമാലയെടുത്ത് കഴുതിലിട്ട് ചുടുചോര പാനം ചെയ്യുവാൻ തക്ക കോപത്തോടെ വെള്ളായണി അമ്മ ദാരികന്റെ അടുക്കൽ ആർത്ത് അട്ടഹസിച്ച് എഴുന്നള്ളുന്ന കാഴ്ച. നാവും നീട്ടി വീരപ്പല്ലുകൾ വെളിയിൽ കാട്ടി ദാരികന്റെ രക്തത്തിനായി ഉദിച്ചു പായുന്ന അമ്മയുടെ വിശ്വരൂപം. നിന്റെ ശിരസ് ഛേദിച്ച് നിന്റെ മാറ് വലിച്ചു പിളർന്ന് കുടൽമാലയെടുത്ത് ഞാൻ കഴുത്തിൽ ചാർത്തും ദാരിക. നിന്റെ ചോര ഞാൻ പാനം ചെയ്യും. കൈലാസനാഥൻ നിന്റെ ശിരസ് ഞാൻ കാണിക്കയെ സമർപ്പിക്കും. ശ്രീപരമേശ്വര പുത്രിയായ ശ്രീഭദ്രയാണ് ഞാൻ. ദേവി ദാരികന് മുന്നറിയിപ്പ് നൽകുമ്പോൾ ദാരികൻ ദേവിയെ പരിഹസിച്ച് നൃത്തം ചവിട്ടി ദേവിയുടെ കോപത്തെ വർദ്ധിപ്പിക്കുവാൻ ശ്രമിച്ചു. വീരപ്പല്ലുകൾ വെളിയിൽ കാട്ടി നാവും നീട്ടി 3 നയനങ്ങൾ മലർക്ക തുറന്ന് ദേവി ദാരികന് മുമ്പിൽ തന്റെ ദിവ്യരൂപം പ്രദർശിപ്പിച്ചപ്പോൾ തന്നെ ഭയന്ന് വെള്ളായണിയമ്മ പടിഞ്ഞാറ് ദിക്കിൽ നിന്ന് കിഴക്ക് ദിക്കിലേക്ക് എഴുന്നള്ളുന്നു ധരിച്ച ദാരികൻ ആർപ്പ് വിളിച്ച് അട്ടഹസിച്ച് ദേവിയുടെ പിന്നാലെ വീണ്ടും എഴുന്നള്ളുന്ന കാഴ്ച. സുവർണരഥത്തിലെഴുതുന്ന ദാരികനെ ദേവി വേതാളിയുടെ കണ്ടത്തിൽ അമർന്നിരുന്ന് തീക്ഷ്ണമായി നോക്കിയിരിക്കുന്നു. വേതാളിയാകട്ടെ തന്റെ ദേവി തനിക്ക് ഒരുക്കി തരുന്ന മിഷ്ടാന്ന ഭോജനം കാത്ത് ദേവിയും തന്റെ കണ്ടത്തിലിരുത്തി നാമം നീട്ടി കാത്തിരിക്കുമ്പോൾ ആസുരന്മാരുടെ രക്തവും മാംസവും ഭക്ഷിച്ച് ഒരിക്കലും അടങ്ങാത്ത വിശപ്പും ദാഹവും മാറ്റിക്കൊള്ളുവാൻ ദേവി വേതാളിയോട് ആജ്ഞാപിക്കും. സംഹാരുദ്രയായി താണ്ഡവ നൃത്തച്ചോടുമായി ഭൂമി ദേവിയുടെ ഇരുമാറിൽ അമർത്തി ചവിട്ടിയ പാദങ്ങളോടെ ആർപ്പ് വിളിച്ച് അട്ടഹസിച്ച നാവും നീട്ടി വീരപ്പല്ലുകൾ വെളിയിൽ കാട്ടി ദാരികന് മുന്നറിയിപ്പ് നൽകുന്ന വെള്ളായണി അമ്മ പുഷ്പവിഷ്ടിയുടെയും വായ്ക്കുരുവയുടെയും മഹമ്പടിയോടെ ദേവി കിഴക്ക് ദിക്കിൽ നിന്നും പടിഞ്ഞാറ് ദിക്കിൽ എഴുന്നള്ളി ദാരികന് മുന്നറിയിപ്പ് നൽകുന്നു. മാറിപ്പോ ദാരിക, ജീവൻ വേണമെങ്കിൽ എന്റെ കൺമുമ്പിൽ നിന്ന് മാറിപ്പോ. ശ്രീപരമേശ്വരപുത്രിയായ ഞാൻ നിന്റെ അന്തകയായി അവതരിച്ചതാണ്. നിന്റെ ശിരസ് ഛേദിച്ചെടുത്ത് നിന്റെ മാറ് വലിച്ചു പിളർന്ന് നിന്റെ ചുടുചോര പാനപാത്രത്തിൽ ശേഖരിച്ച് ഞാൻ മുത്തിക്കുടിക്കുന്നു. ജീവൻ വേണമെങ്കിൽ എന്റെ കൺമുമ്പിൽ നിന്ന് മാറിപ്പോ. ദേവി ദാരികന് മുന്നറിയിപ്പ് നൽകുന്നു. ചന്ദ്രകലാധാരിയായി സൂര്യദേവനെ ശിരസിൽ അവാഹിച്ച് പ്രപഞ്ച ശക്തികളെ തന്റെ കാവൽക്കാരായി വരുവാൻ ആജ്ഞാപിച്ച് 5ാമത്തെ യുദ്ധം നയിച്ച് വെള്ളായണി അമ്മ രണഭൂമിയിൽ എഴുന്നള്ളുമ്പോൾ ദേവിയുമായി നേർക്കുനേർ യുദ്ധം ചെയ്യാതെ ദാരികൻ പരിഹാസ നൃത്തം ചവിട്ടി ആയുധങ്ങൾ ഉയർത്തിക്കാട്ടി ദേവിയെ വെല്ലുവിളിക്കുന്നു. ഇടത്തോട്ടും വലത്തോട്ടും ശിരസ് കുലുക്കി
ആസുരമുടി എന്ന കിരീടം ശിരസിൽ വഹിച്ച് ബ്രഹ്മദേവൻ പ്രദാനം ചെയ്ത ആയുധവും ദേവിയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ദാരികൻ വെള്ളായണി അമ്മയെ വെല്ലുവിളിച്ചപ്പോ മെല്ലെ മെല്ലെ വെള്ളായണി അമ്മ ദാരികന്റെ സമീപത്തേക്ക് എഴുന്നള്ളുന്ന കാഴ്ചയാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ഭക്തർക്കും ദർശനമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നാല് യുദ്ധം നയിച്ചിട്ടും എന്തുകൊണ്ട് ഈ ദാരികനെ നിഗ്രഹിക്കുവാൻ തനിക്ക് സാധിക്കുന്നില്ല എന്ന് ചിന്തിച്ച് കോപം ഉള്ളിലടക്കി നിരാശയോടെ ദേവി ദാരികനെ നോക്കി നിൽക്കുന്നു. ദേവിയുടെ മുമ്പിൽ തന്റെ ശരീരം ചലിപ്പിച്ച് ശിരസ് ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിച്ച് പരിഹാസ വാക്കുകൾ വിളിച്ചു പറഞ്ഞും നൃത്തം ചവിട്ടിയും ദേവിയെ കോപിഷ്ഠയാക്കുവാൻ ദാരികൻ ശ്രമിക്കുന്നു. അഞ്ചാമത്തെ യുദ്ധം. ദേവി തന്റെ ഭൂതങ്ങളുടെ കയ്യിൽ നിന്നും ഉടവാൾ പിടിച്ചു വാങ്ങി ദാരികന്റെ നേരെ തീക്ഷ്ണമായി വലിച്ചെറിഞ്ഞ ശേഷം അഞ്ചാം യുദ്ധം പൂർണ്ണമാക്കി വേതാളിയുടെ ഘട്ടത്തിൽ അമർന്നിരിക്കുമ്പോൾ കാളിയൂട്ടിനോടനുബന്ധിച്ചുള്ള അന്ത്യയുദ്ധങ്ങളാണ് ഇവിടെ പൂർണ്ണമായത്. മാരക രോഗങ്ങളുടെ അതിദേവതയായ വെള്ളായണി അമ്മ മനമൊരുക്കി തന്നെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ എല്ലാ ദുരിതങ്ങളും തിരികെ വിളിച്ച് മാലയായി കോർത്ത് കഴുത്തിൽ ചാർത്തി സ്വയം പീഡനം സഹിക്കുന്നു വെള്ളായണി വാഴും ശ്രീഭദ്ര. തൻ്റെ അവതാര ലക്ഷ്യ പൂർത്തീകരണം എപ്രകാരം നടപ്പിലാക്കാമെന്ന് ചിന്തിച്ച് മണിമന്ത്രം ഉരുക്കഴിച്ച് ദേവി വേതാളിയുടെ കണ്ഠത്തിൽ അമർന്നിരിക്കുമ്പോൾ മണിമന്ത്രം നഷ്ടപ്പെട്ട ദാരികൻ തൻ്റെ ശരീരം ചേമ്പിൻ തണ്ട് പോലെ തളർന്നുപോയ അവസ്ഥ തിരിച്ചറിഞ്ഞ് ഭയവികലനായി കൊട്ടാരത്തിൽ പോയി മധുപാനം നടത്തി വിശ്രമിക്കുന്നു. മുക്കോടി ദേവന്മാരെയും മണിനിരത്തി വൈകുണ്ഠനാഥൻ ഈ രണഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് വിശ്വാസം. ദേവിയുടെ വിജയത്തിനായി യുദ്ധതന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ വൈകുണ്ഠനാഥൻ പ്രത്യക്ഷപ്പെട്ടു എന്നതിൻ്റെ പ്രതീകമായി ആകാശത്ത് വീണ്ടും പ്രത്യക്ഷപ്പെട്ട ശ്രീകൃഷ്ണ പരുന്തിൻ്റെ സാന്നിധ്യം. വടക്ക് ദിക്കിലായി നീലാകാശത്ത് ചുറ്റിക്കറങ്ങുന്ന ശ്രീകൃഷ്ണ പരുന്തിൻ്റെ സാന്നിധ്യം ആറാമത്തെ യുദ്ധം നയിക്കുവാൻ വെള്ളായണി ദേവി രണഭൂമിയിൽ എഴുന്നള്ളുമ്പോൾ യുദ്ധതന്ത്രങ്ങളും ദാരികനെ തോൽപ്പിക്കുന്നതിന് വേണ്ട ആയുധങ്ങളും ദേവിക്ക് പ്രദാനം ചെയ്യുവാൻ എത്തിച്ചേർന്നു എന്നതിൻ്റെ പ്രതീകമാണ് ഇപ്പോൾ നീലാകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ശ്രീകൃഷ്ണ പരുന്തിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത്. ആറാമതും യുദ്ധം ചെയ്യുവാൻ ഞാൻ എഴുന്നള്ളുന്നത് ദാരിക എന്ന ദാരികന് മുന്നറിയിപ്പ് നൽകുന്ന വാദ്യഘോഷങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കുന്നു. അഗ്നിദേവനെ ശിരസിൽ ജ്വലിപ്പിച്ച് അസുരവാദ്യമായ ചെണ്ടമേളം മുഴക്കുവാൻ തൻ്റെ ഭൂതങ്ങളോട് ആജ്ഞാപിച്ച്
യുദ്ധക്കാഹളം മുഴക്കിയും ശംഖനാഥം മുഴക്കിയും ആർപ്പ് വിളിച്ചും കോടിക്കണക്കിന് തൻ്റെ ഭൂതഗണങ്ങളെ തൻ്റെ ചുറ്റും അണിനിരത്തിയും അഷ്ടദിക്പാലകന്മാരോടും പ്രപഞ്ച ശക്തികളോടും തൻ്റെ ചുറ്റും അണിനിരക്കുവാൻ ആജ്ഞാപിച്ചും വെള്ളായണിയുടെ ഐശ്വര്യ ദേവതയായ ശ്രീഭദ്ര ആറാമത്തെ യുദ്ധം നയിക്കുവാൻ എഴുന്നള്ളുന്ന ഭക്തി നിർഭരമായ കാഴ്ചയാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ഭക്തർക്കും ദർശനമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 യുദ്ധത്തിലും ദാരികനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കാതെ നിരാശയോടെ തൻ്റെ വാഹനമായ വേതാളി കണ്ടത്തിൽ അമർന്നിരുന്ന ദുർഗാദേവി പകർന്നു തന്ന മണിമന്ത്രങ്ങൾ ദേവിക്ക് ശക്തി ആർജിച്ച് രണഭൂമിയിൽ സംഹാരരുദ്രയായി എഴുന്നള്ളുമ്പോൾ ചേമ്പിൻ തണ്ട് പോലെ തളർന്നുപോയ ശരീരവും പേറി ദേവിയുടെ മുമ്പിൽ പരിഹാസ നൃത്തം ചവിട്ടുന്ന ദാരികൻ തൻ്റെ ശക്തി മണിമന്ത്രമാണെന്ന് മനസ്സിലാക്കിയ ദാരികൻ അത് നഷ്ടപ്പെട്ടത് തിരിച്ചറിഞ്ഞിട്ടും ദേവിയുടെ മുമ്പിൽ അത് സമ്മതിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നില്ല. ഞാനിപ്പോഴും 14 ലോകത്തിൻ്റെയും അധിപനാണ് ഭദ്രേ. എൻ്റെ കയ്യിലിരിക്കുന്ന ആയുധം നിന്റെ തൃശൂലത്തിനേക്കാളും ഏറ്റവും കിടപിടിക്കുന്ന ആയുധമാണ്. എൻ്റെ ശരീരത്തിന് 10,000 മതിച്ച ആനയുടെ ബലം ഇപ്പോഴുമുണ്ട് ഭദ്രേ എന്ന് ദേവിയുടെ മുമ്പിൽ വീമ്പിളക്കി തൻ്റെ ആയുധത്തിൻ്റെയും ശരീരത്തിൻ്റെയും ബലം ദേവിയെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന അസുര ചക്രവർത്തിയായ ദാരികൻ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദാരികനെ മാറിപ്പോകുവാൻ ആജ്ഞാപിച്ച് ദേവി ദാരികന് മുന്നറിയിപ്പ് നൽകുന്നു. നിന്റെ അന്തകയായ ശ്രീഭദ്രയാണ് ഞാൻ. ശ്രീ പരമേശ്വര പുത്രിയായ എൻ്റെ മുമ്പിൽ നിന്ന് നൃത്തം ചവിട്ടുവാൻ നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? അഗ്നിദേവനെ ശിരസിൽ ജ്വലിപ്പിച്ച് സംഹാരുദ്ര സ്വരൂപം ധരിച്ച് ഭൂമിദേവിടെ വിരുമാറിൽ അമർത്തി ചവിട്ടിയ തൃപ്പാദങ്ങളോടെ ദേവി ദാരികന് മുന്നറിയിപ്പ് നൽകുമ്പോൾ ദാരികൻ തൻ്റെ മണിമന്ത്രങ്ങൾ നഷ്ടപ്പെട്ട വിവരം മനസ്സിലാക്കാതെ ദേവിയുടെ മുമ്പിൽ തൻ്റെ ശരീരബലം പ്രദർശിപ്പിക്കുന്നു. നാവും നീട്ടി വീരപ്പല്ലുകൾ വെളിയിൽ കാട്ടി 3 നയനങ്ങൾ മലർക്ക തുറന്ന് തൻ്റെ വിശ്വരൂപം ദാരികന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ശ്രീഭദ്ര ദാരികന് മുന്നറിയിപ്പ് നൽകുന്നു. നിന്റെ അന്തകയായ ശ്രീപരമേശ്വര പുത്രിയായ ശ്രീഭദ്രയാണ് ഞാൻ ദാരിക. എൻ്റെ ശിരസിൽ ജ്വലിക്കുന്ന അഗ്നി നിന്റെ ശരീരത്തിൽ ഞാൻ പ്രയോഗിച്ചതിന് ദേഹം ചുട്ടുപൊള്ളിക്കും. ദേവി ദാരികന് മുന്നറിയിപ്പ് നൽകുന്നു. ആസുരമുടി എന്ന കിരീടം തൻ്റെ ശിരസിലിരിക്കുന്ന കാലത്തോളം നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഭദ്രേ. ദാരികൻ ദേവിയെ വെല്ലുവിളിക്കുമ്പോൾ ദാരികന്റെ സമീപത്ത് ദാരികന്റെ ശിരസ് ഛേദിക്കുവാൻ തക്ക കോപത്തോടെ വെള്ളായണി അമ്മ കുതിച്ചു പായുന്ന ഭക്തി നിർഭരമായ രംഗങ്ങൾക്കാണ് നാം ഏവരും സാക്ഷ്യം വഹിക്കുന്നത്. തൻ്റെ കാൽ ചുവട്ടിൽ വന്ന് തന്നോട് യുദ്ധം ചെയ്യുവാൻ ധൈര്യമുണ്ടോ ദാരിക എന്ന് ദേവി ദാരികനെ വെല്ലുവിളിച്ചപ്പോ തന്റെ ശരീരം തളരുന്ന അവസ്ഥ തിരിച്ചറിഞ്ഞിട്ടും അഹങ്കാരിയായ ദാരികൻ അത് സമ്മതിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നില്ല. സർവാഭരണ വിഭൂഷിതയായി അഗ്നിദേവനെ ശിരസിൽ ജ്വലിപ്പിച്ച് 3 നയനങ്ങൾ മലർക്ക തുറന്ന്
ദേവി ദാരികനെ നിഗ്രഹിക്കുവാൻ തക്ക കോപത്തോടെ പടിഞ്ഞാറ് ദിക്കിൽ നിന്നും കിഴക്ക് ദിക്കിലേക്ക് എഴുന്നള്ളുമ്പോൾ തികച്ചും പരിശീലനായി തന്റെ ശക്തി ചോർന്ന അവസ്ഥ തിരിച്ചറിഞ്ഞ ദാരികൻ തന്റെ പടയാളികളെ മറയാക്കി ദേവിയുടെ പിന്നാലെ എഴുന്നള്ളി ദേവിയെ നോക്കി നിൽക്കുന്നു. വീണ്ടും സുവർണരഥം വിളിച്ചു വരുത്തി അതിലിരുന്ന് വിശ്രമിച്ച് നൃത്തം ചവിട്ടി കയ്യിലിരിക്കുന്ന ആയുധം ദേവിയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ദേവിയെ വെല്ലുവിളിക്കുന്ന അസുര ചക്രവർത്തിയായ ദാരികൻ ഭിക്ഷയും യാചിച്ച് മണിമന്ത്രം കരസ്ഥമാക്കുവാൻ ദുർഗാദേവി ഒരു ദരിദ്ര ബ്രാഹ്മണ കന്യകയുടെ രൂപം ധരിച്ച് പോകുന്നതിൻ്റെ പ്രതീകമായ ചടങ്ങുകളാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തർക്ക് ദർശനമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കയ്യിൽ ഭിക്ഷാപാത്രവും ഏന്തി ദേവിയുടെ ഭക്തരുടെ മുമ്പിൽ ഭിക്ഷയും യാചിച്ച് ബ്രാഹ്മണ കന്യക നീങ്ങുമ്പോൾ ദാരികൻ ബ്രഹ്മദേവൻ പ്രദാനം ചെയ്ത ബ്രഹ്മദണ്ഡമെടുത്ത് ദേവിയുടെ മുമ്പിൽ പ്രയോഗിക്കുവാൻ തുനിയുന്നു. ആറാമത്തെ യുദ്ധം നയിക്കുമ്പോൾ ദാരികന്റെ കൊട്ടാരത്തിൽ ബ്രാഹ്മണ കന്യക എത്തി മനോദരിയുടെ പക്കൽ നിന്നും രഹസ്യമായി ആ മണിമന്ത്രങ്ങൾ തനിക്ക് കൂടി പറഞ്ഞു തരണമെന്ന് മനോദരിയോട് ആവശ്യപ്പെടുമ്പോൾ ദേഹതോന്നിയ മനോദരി ബ്രാഹ്മണ കന്യകയ്ക്ക് ആ മണിമന്ത്രങ്ങൾ രഹസ്യമായി ചൊല്ലിക്കൊടുക്കുന്നു. തന്റെ കൈവശമിരിക്കുന്ന ആയുധങ്ങൾ ദേവിയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന അസുര ചക്രവർത്തിയായ ദാരികൻ നിരായുധയായി ദേവി എഴുന്നള്ളുമ്പോൾ തന്റെ കാൽ ചുവട്ടിൽ വന്ന് തന്നോട് യുദ്ധം ചെയ്യുവാൻ ദേവി ആർപ്പ് വിളിച്ച് അട്ടഹസിച്ച് ദാരികനോട് കൽപ്പിക്കുന്നു. നിന്റെ ശിരസ് ഛേദിച്ച് നിന്റെ കുടൽമാലയെടുത്ത് മാലയായി കഴുത്തിൽ ചാർത്തി നിന്റെ ചുടുചോര പാനപാത്രത്തിൽ ശേഖരിച്ച് ഞാൻ മൊത്തിക്കുടിക്കും ദാരിക. ദേവി ദാരികന് മുന്നറിയിപ്പ് നൽകുന്നു. ബ്രാഹ്മണ കനികയുടെ രൂപം ധരിച്ച് ഭിക്ഷയും യാചിച്ച് രണഭൂമിയിൽ എഴുന്നള്ളുന്ന ദുർഗാദേവി പ്രതീകാത്മകമായി ഭക്തരുടെ അടുക്കൽ ഭിക്ഷ യാചിച്ച് ദാരിക പത്നിയെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വിശപ്പും ദാഹവും മൂലം മുതുക് വളഞ്ഞ് ദാരികാപുരിയിൽ നിന്നും മണിമന്ത്രം കരസ്ഥമാക്കുന്നതിന്റെ പ്രതീകമായ ദുർഗാദേവിയുടെ എഴുന്നള്ളത്ത് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ഭക്തർക്കും ദർശനമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഭിക്ഷയും യാചിച്ച് തന്റെ കയ്യിലിരിക്കുന്ന ഭിക്ഷാപാത്രത്തിൽ ഭക്തർ സമർപ്പിക്കുന്ന ലക്ഷ്മി ദേവിയെയും സ്വീകരിച്ച് ദാരികന്റെ കൊട്ടാരത്തിൽ മണിമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുന്ന മനോദരിയുടെ പക്കൽ നിന്നും മണിമന്ത്രം കരസ്ഥമാക്കി വെള്ളായണി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുവാൻ ദുർഗാദേവി ദരിദ്ര ബ്രാഹ്മണ കന്യകയുടെ രൂപം ധരിച്ച് എഴുന്നള്ളുന്ന കാഴ്ച
ദാരികന്റെ ശക്തിയുടെ ഉറവിടം അവന്റെ ഭാര്യ മനോദരി ജപിച്ചുകൊണ്ടിരിക്കുന്ന കാരണത്താലാണെന്നും മണിമന്ത്രം ദേവിയുടെ കർണങ്ങളിൽ രഹസ്യമായി ബ്രാഹ്മണ കന്യക ചൊല്ലിക്കൊടുത്തപ്പോൾ വെള്ളായണി അമ്മയുടെ ശക്തി 10 മടങ്ങായി വർദ്ധിക്കുന്നു. തന്നെ പരിഹസിച്ച് നൃത്തം ചവിട്ടിയ ദാരികനെ യമപുരിക്ക് അയക്കുവാൻ തക്ക കോപത്തോടെ വെള്ളായണി ശ്രീഭദ്ര എഴുന്നള്ളുമ്പോൾ തന്റെ ശരീരം ചേമ്പിൻ തണ്ട് പോലെ തളർന്നുപോയ അവസ്ഥ തിരിച്ചറിഞ്ഞ ദാരികൻ ഭയവികലനായി ദേവിയെ നോക്കി നിൽക്കുന്നു. എന്താണ് എൻ്റെ ശരീരത്തിന് സംഭവിച്ചത്? എൻ്റെ ശരീരം തളരുന്നു. 10,000 മതിച്ച ആനയുടെ ബലമുള്ള എൻ്റെ ശരീരം ചേമ്പിൻ തണ്ടുപോയി തളർന്നു പോയത് എന്തുകൊണ്ടാണ്? നിവർന്നു നിൽക്കുവാൻ ശക്തനല്ലാത്ത ദാരികൻ ഭൂമിദേവിയുടെ വിരുമാറിൽ അമർന്നിരുന്ന് തന്റെ ക്ഷീണം തീർക്കുവാൻ ശ്രമിക്കുന്നു. ദേവിയുടെ മുമ്പിൽ സുവർണ സിംഹാസനത്തിൽ എഴുന്നള്ളി ദേവിയെ വെല്ലുവിളിച്ച ഈ അസുരനാണ് ദേവിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ ശക്തനല്ലാതെ രണഭൂമിയിൽ തളർന്നു വീണ് തന്റെ ജീവൻ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നത്. മണിമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന കാരണത്താലാണ് ദാരികന്റെ ശക്തി വർദ്ധിച്ചു വരുന്നത് എന്ന് ദുർഗാദേവി വെള്ളായണി അമ്മയോട് ഉപദേശിച്ചപ്പോൾ തനിക്ക് വേണ്ടി ആ മന്ത്രങ്ങൾ മനോദരിയുടെ പക്കൽ നിന്നും സ്വീകരിച്ച് തനിക്ക് പറഞ്ഞു തരണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ബ്രാഹ്മണ കന്യകയുടെ രൂപം ധരിച്ച് ദാരികന്റെ കൊട്ടാരത്തിൽ പോയി മണിമന്ത്രം കരസ്ഥമാക്കി ദാരികന്റെ വിരുമാറിൽ നേരെ തന്റെ ആയുധം വലിച്ചെറിഞ്ഞ് 6 യുദ്ധങ്ങൾ പൂർണ്ണമാക്കി വെള്ളായണി വാഴും ശ്രീഭദ്ര തന്റെ വാഹനമായ വേതാളിയുടെ കണ്ടത്തിൽ അമർന്നിരിക്കുമ്പോൾ പവിത്രവും പരവാകുനുമായ 6 യുദ്ധങ്ങളാണ് ഇവിടെ പൂർണ്ണമായത്. ഏഴാമത്തെ യുദ്ധം നയിക്കുവാൻ വെള്ളായണി അമ്മ എഴുന്നള്ളുന്നതിൻ്റെ പ്രതീകാത്മകമായ ഒരുക്കങ്ങൾ ഈ രണഭൂമിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ദേവി എഴുന്നള്ളതിൻ്റെ വാദ്യഘോഷങ്ങൾ മുഴക്കുവാൻ തൻ്റെ വാദ്യമേളക്കാരായ ഭൂതഗണങ്ങളോട് ദേവി ആജ്ഞാപിച്ച് തിന്മയുടെ പ്രതീകമായ ദാരികനെ യമപുരിക്ക് അയക്കുവാൻ ദേവി തലമുടി കൊണ്ട് സൂര്യദേവനെ മറച്ച് ഭൂമിയിൽ ഇരുട്ട് പരത്തി തൻ്റെ നാവ് കൊണ്ടൊരു പ്രതലം തീർത്ത് വെള്ളായണി അമ്മ ദാരികനെ കാത്തിരിക്കുന്നു. ശംഖനാദം മുഴക്കി വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ തിന്മയുടെ പ്രതീകമായ ദാരികനെ യമപുരിക്ക് അയക്കുവാൻ തക്ക കോപത്തോടെ സമർത്ഥമായ തൻ്റെ തലമുടി കൊണ്ട് സൂര്യദേവനെ മറച്ച് ഭൂമിയിൽ ഇരുട്ട് വരുത്തി സമർത്ഥമായ മുടിയാൽ മറച്ച ആദിത്യ ഭഗവാനെ മുന്നിൽ നിർത്തി ദേവി തന്റെ നാക്കുകൊണ്ടൊരു പ്രതലം തീർത്ത് ദാരികനെ കാത്തിരിക്കുന്നു. പാതാളത്തിൽ നിന്നും ഭൂമിയിൽ പ്രവേശിച്ച ദാരികൻ തൻ്റെ മുമ്പിൽ അതിമൃദുലമായ ഒരു പ്രതലം കണ്ട് യുദ്ധക്ഷീണം തീർത്ത് ഒരു ദിനം കൂടെ കിട്ടിയാൽ ബ്രഹ്മദേവനെ തപസ് ചെയ്ത് വീണ്ടും വരങ്ങൾ സമ്പാദിക്കാം എന്ന് ചിന്തിച്ച് ദേവിയുടെ നാക്കാവുന്ന പ്രതലത്തിൽ വന്നിരുന്ന് വിശ്രമിക്കുന്നു. താൻ വന്നിരുന്ന് വിശ്രമിക്കുന്നത് തൻ്റെ അന്തകയായ ശ്രീഭദ്രയുടെ നാവിൻ തുമ്പത്താണെന്ന് മനസ്സിലാക്കാതെ
പാതാള ലോകത്തിൽ നിന്നും ഭൂമിയിൽ പ്രവേശിച്ച ദാരികൻ ദേവിയുടെ നാക്കാവുന്ന പതലത്തിൽ വന്നിരുന്ന് വിശ്രമിക്കുമ്പോൾ തന്നെ പരിഹസിച്ച് വെല്ലുവിളിച്ച് നൃത്തം വെച്ച ദാരികനാണ് തന്റെ നാവിൻ തുമ്പിൽ വന്നിരുന്ന് വിശ്രമിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ വെള്ളായണി അമ്മ 3 നയനങ്ങൾ മലർക്ക തുറന്ന് ദാരികനെ തീക്ഷ്ണമായി നോക്കിയിരിക്കുന്നു. ഭൂമിദേവിയുടെ വിരുമാറിൽ അമർത്തി ചവിട്ടിയ തൃപ്പാദങ്ങളോടെ സംഹാരുതിരയായി എഴുന്നള്ളുന്ന വെള്ളായണി അമ്മയുടെ വിശ്വരൂപം അസംഖ്യം ഭൂതഗണങ്ങളെ അണിനിരത്തി ശംഖനാഥം മുഴക്കി പുഷ്പവൃഷ്ടിയുടെ അഹമ്പടിയോടെ എഴുന്നള്ളുന്ന വെള്ളായണി അമ്മയുടെ വിശ്വരൂപമാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ഭക്തർക്കും ദർശനമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവിയെ പരിഹസിച്ചും ദേവിയെ ദാസിയായി വരുവാൻ ആജ്ഞാപിച്ചും ദേവിയെ പരിഹസിച്ച് നൃത്തം ചവിട്ടിയും വെല്ലുവിളിച്ച അസുര ചക്രവർത്തിയായ ദാരികൻ ദേവിയുടെ കയ്യിലിരിക്കുന്ന ആയുധം കൊണ്ട് തന്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കുവാൻ നിനക്ക് ധൈര്യമുണ്ടോ ഭദ്രേ എന്ന് ദേവിയോട് ആജ്ഞാപിച്ച ദാരികൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാലോ ദേവന്മാരാലോ അസുരന്മാരാലോ മനുഷ്യരാലോ താൻ വധിക്കപ്പെടാൻ പാടില്ല എന്ന് വരം സമ്പാദിച്ച ദാരികൻ തന്റെ ശരീരത്തിന് 10,000 മതിച്ച ആനയുടെ ബലം വേണമെന്ന് ശടിച്ച ദാരികൻ ശരീരത്തിൽ ആയുധം കൊണ്ടോ നഖം കൊണ്ടോ മുറിവുണ്ടാക്കിയാൽ അതിൽ നിന്ന് ഉതിർന്നു വീണ രക്തത്തുള്ളികൾ ഭൂമിയിൽ പതിച്ചാൽ തന്റെ രൂപത്തിലും ഭാവത്തിലും ശക്തിയിലുമുള്ള 1000 അസുരന്മാർ പുനർജനിച്ച് തനിക്ക് അഹമ്പടി സേവിക്കണം എന്ന് വരം സമ്പാദിച്ച ദാരികൻ 14 ലോകവും തന്റെ കാൽ കീഴിലാക്കിയാൽ തന്റെ ആസുര ശക്തിക്ക് മുമ്പിൽ ഒരു ശക്തിക്കും പിടിച്ചു നിൽക്കുവാൻ സാധിക്കരുത് എന്ന് വരം സമ്പാദിച്ച ദാരികൻ തന്റെ കാൽ ചുവട്ടിൽ വന്ന് തന്നോട് യുദ്ധം ചെയ്യുവാൻ ദാരികൻ ദേവിയെ വെല്ലുവിളിച്ചപ്പോൾ സംഹാരുദ്ര സ്വരൂപം ധരിച്ചും വീരപ്പല്ലുകൾ വെളിയിൽ കാട്ടിയും നാവും നീട്ടിയും ആസുരന്മാരുടെ രക്തം പാനം ചെയ്യുവാൻ വെമ്പൽ പൂണ്ടും ദേവി താണ്ഡവ നൃത്തമാടി എഴുന്നള്ളുന്ന കാഴ്ച ദാരികന്റെ ശിരസ് ഛേദിച്ച് മാറ് വലിച്ചു പിളർന്ന് ചുടുചോര പാനപാത്രത്തിൽ ശേഖരിച്ച് മുത്തിക്കുടിക്കുവാൻ വെമ്പൽ പൂണ്ട് ഭൂമിദേവിയുടെ വീഴിമാറിൽ അമർത്തി ചവിട്ടിയ തൃപ്പാദങ്ങളോടെ എഴുന്നള്ളുന്ന വെള്ളായണി അമ്മയുടെ വിശ്വരൂപം മഹാദേവന്റെ തൃക്കൾ നിന്നും പൂജാതയായ ദേവിയുടെ തൃക്കോലം ദർശിച്ചാൽ ഈ അസുരൻ ദേവിയുടെ മുമ്പിൽ നൃത്തം ചെയ്യുവാൻ ധൈര്യപ്പെടുമോ? 1000 തീക്ഷ്ണ തിരുമുഖങ്ങളോടും ആയുധങ്ങളെഴുതി 2000 തൃക്കൈകളോടും അഗ്നി വമിക്കുന്ന 3000 തൃക്കണ്ണുകളോടും തലമുടിയായി 3000 നാഗങ്ങളെ വാരി അണിഞ്ഞ് ശരീരമാസകലം 4000 പാമ്പുകളെ വാരി ചുറ്റി പത്തിക്കായി 12000 പത്തിനാഗങ്ങളെ അണിഞ്ഞു നിന്ന് ഈ 2 കൊലയാനകളെ കർണാഭരണമായി കാതിലും
3 കൊലയാനകളെ ശിരസിലും വഹിച്ച് വലതു ഭാഗത്ത് വസൂരിമാലയും ഇടതു ഭാഗത്ത് മസൂരിമാലയും അണിഞ്ഞു നിന്ന് തൃക്കാലിൽ ചിലമ്പണിഞ്ഞ് 4 വീരപ്പല്ലുകൾ വെളിയിൽ കാട്ടി നാവും നീട്ടി അഞ്ജന പർവ്വതം പോലെ ആർത്ത് അട്ടഹസിച്ചു നിന്ന ദേവിയുടെ വിശ്വരൂപം ലോകമാതാവായ പാർവതി ദേവിക്ക് പോലും അത് നോക്കി നിൽക്കുവാൻ ധൈര്യം പോരാ. ആ തൃക്കോലം ഇനി ഞാൻ വഹിക്കില്ല എന്ന് പാർവതി ദേവിക്ക് വാക്ക് കൊടുത്തിട്ടാണ് ദേവി ദാരികനെ അന്വേഷിച്ച് ഭൂമണ്ഡലത്തിന്റെ 4 ദിക്കിലേക്കും എഴുന്നള്ളിയത്. സന്തോഷവതിയായി സംഹാരുദ്രിയായി ദാരിക ശിരസ് ഛേദിക്കുവാൻ വെമ്പൽ പൂണ്ട് ഭൂമിയുടെ ഇരുമാറിൽ അമർത്തി ചവിട്ടിയ തൃപ്പാദങ്ങളോടെ പുഷ്പവൃഷ്ടിയുടെ അഹമ്പടിയോടെ എഴുന്നള്ളുന്ന വിശ്വമോഹിനിയായ ത്രിപുര സുന്ദരിയായ വെളായണി ശ്രീ ഭദ്രകാളി ദേവി. ബ്രഹ്മദേവൻ പ്രദാനം ചെയ്ത എല്ലാ വരങ്ങളും നഷ്ടപ്പെട്ട ദാരികൻ ദേവിയുടെ പാദത്തിൽ തൻ്റെ മന്ത്രവാൾ സമർപ്പിച്ച് തൻ്റെ ജീവൻ മടക്കി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കാഴ്ച. സംഹാരുദ്ര സ്വരൂപം ധരിച്ച് താണ്ഡവ നൃത്ത ചുവടുമായി കിഴക്കേ ദിക്കിൽ നിന്നും പടിഞ്ഞാറ് ദിക്കിൽ എഴുന്നള്ളുന്ന അമ്മയുടെ ദിവ്യ രൂപം തൻ്റെ നാവിൻ തുമ്പിൽ വന്നിരുന്ന് വിശ്രമിക്കുന്ന ദാരികനെ ദേവി മെല്ലെ മെല്ലെ നാവു ചുരുട്ടി തൻ്റെ വദന ഭാഗത്തേക്ക് അടുപ്പിക്കുന്നു. ചേമ്പിൻ കണ്ടുപോലെ തളർന്നുപോയ ശരീരവും പേറി ദേവിയുടെ നാക്കാവുന്ന പ്രതലത്തിൽ വന്നിരുന്നാണ് താൻ വിശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ ഒരു ദിനം കൂടെ തനിക്ക് ലഭിച്ചാൽ ബ്രഹ്മദേവനെ തപസ് ചെയ്ത് നഷ്ടപ്പെട്ടു പോയ വരങ്ങളും ആയുധങ്ങളും സമ്പാദിക്കാം എന്ന് ചിന്തിച്ച് പാതാള ലോകത്തിൽ നിന്നും ഭൂമിയിലേക്ക് ദേവി ദാരികൻ പ്രവേശിച്ചപ്പോൾ ദേവി തന്റെ നാക്ക് കൊണ്ട് പ്രതലം തീർത്ത് സമൃദ്ധമായ തലമുടി കൊണ്ട് സൂര്യദേവനെ മറച്ചിരുന്ന തലമുടി മാറ്റി സൂര്യദേവനെ ആകാശത്ത് പ്രതിഷ്ഠിക്കുന്നു. സൂര്യൻ അസ്തമിച്ചില്ല എന്നും ഇപ്പോൾ നട്ടുച്ചയാണെന്നും മനസ്സിലാക്കിയ ദാരികൻ താൻ വന്നിരുന്ന് വിശ്രമിക്കുന്നത് തൻ്റെ അന്തകയായ ശ്രീഭദ്രയുടെ നാവിൻ തുമ്പിലാണെന്ന് ഗ്രഹിക്കാതെ ദേവിയുടെ നാക്കാവുന്ന പ്രതലത്തിൽ വന്നിരുന്ന് വിശ്രമിക്കുമ്പോൾ ദാരികന്റെ അനുചരന്മാർ, ദാരികന്റെ കിങ്കരന്മാർ ഭക്തരുടെ രൂപത്തിൽ ഇവിടെ എങ്ങാനും മറിഞ്ഞിരിപ്പുണ്ടോ എന്ന് ദേവി എല്ലാ ഭാഗത്തും എഴുന്നള്ളി അസുര പടയാളികളെ തിരയുന്നു. കണ്ടുമുട്ടുന്ന ഓരോ അസുരന്മാരുടെയും ശിരസ് ഛേദിച്ച് അത് മാലയായി കോർത്ത് കഴുത്തിൽ ചാർത്തി അസുര പടയാളികളുടെ കൈകൾ ഛേദിച്ചെടുത്ത് ഉടയാടയായി അരയിലും ചാർത്തി ആസുരന്മാരുടെ ശരീരം തന്റെ വാഹനമായ വേതാളയ്ക്ക് ഭക്ഷണമാക്കി കൊടുക്കുവാൻ ദേവി തന്റെ ഭൂതഗണങ്ങളോട് ആജ്ഞാപിക്കുന്നു. ദേവിയെ നോക്കി പരിഹസിച്ച് നൃത്തം ചെയ്തവനാണ് ഈ അസുരൻ. തന്റെ ദാസിയായി തന്റെ കൊട്ടാരത്തിൽ വരുവാൻ ദേവിയോട് ആജ്ഞാപിച്ചവനാണ് ഈ അസുരൻ. ദേവിയുടെ മുമ്പിൽ ദേവിയുടെ നാക്കാവുന്ന പ്രതലത്തിൽ വന്നിരുന്ന് വിശ്രമിച്ച് യുദ്ധക്ഷീണം തീർക്കുമ്പോൾ തന്റെ അന്തകയായ വെള്ളായണി അമ്മയുടെ നാവിൻ തുമ്പത്താണ് വന്നിരുന്ന് താൻ വിശ്രമിക്കുന്നത്
എന്ന് ഈ അസുരൻ മനസ്സിലാക്കുന്നില്ല. ദേവിക്ക് തന്റെ കോപം അടക്കുവാൻ സാധിക്കുന്നില്ല. ഉടവാൾ തന്റെ ഭൂതഗണത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി ദേവി നാവ് ചുരുട്ടി ദാരികനെ ആകാശത്തിലേക്ക് ചുഴറ്റിയെറിഞ്ഞ് ഉടവാൾ കൊണ്ട് ദാരികന്റെ ശിരസ് ഛേദിച്ച് സംഹാരുദ്രയായി ദാരിക ശിരസുമായി കൈലാസത്തിലേക്ക് കുതിക്കുന്ന വെള്ളായണി അമ്മ. ദാരിക ശിരസുമായി വെള്ളായണി അമ്മ കൈലാസത്തിലേക്ക് കുതിക്കുമ്പോൾ ദേവിയുടെ കോപം ശമിപ്പിക്കുവാൻ മഹാദേവൻ ചന്ദ്രകലാധാരിയായി ദേവിയുടെ മുമ്പിൽ മലർന്നു കിടന്ന് ദേവിക്ക് മാർഗതടസ്സം ഉണ്ടാക്കിയെങ്കിലും ദേവിക്ക് തൻ്റെ കോപം അടക്കുവാൻ സാധിക്കുന്നില്ല. 2 പിഞ്ചു കുഞ്ഞുങ്ങളെ ദേവിയുടെ മുമ്പിൽ പോയി ശയിക്കുവാൻ മഹാദേവൻ അരുളിച്ചതനുസരിച്ച് നന്ദികേശനും മഹാഗണപതിയും കുഞ്ഞുങ്ങളുടെ രൂപം ധരിച്ച് ദേവിയുടെ മുമ്പിൽ ശയിച്ചപ്പോൾ ദേവിയുടെ കോപം ശമിച്ച് മാതൃത്വം കൈവരിച്ച് ഈ ദേശത്തിൻ്റെ ഈ ഗ്രാമത്തിൻ്റെ അതിദേവതയായി കുടികൊണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും. ദേവിയുടെ തിരുമുമ്പിൽ ഈ കഥാകഥനം നടത്തിയ വേളയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളായണി അമ്മ അത് ക്ഷമിച്ച് എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യണമേ എന്ന പ്രാർത്ഥനയോടെ ഈ കഥാകഥനം വെള്ളായണി അമ്മയുടെ പാതാര വൃന്ദത്തിൽ സമർപ്പിക്കുന്നു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.